Involvement with the person who is working with you is very, very important. ഞാനങ്ങനെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നിക്കാണില്ല. പക്ഷെ അന്നത്തെ പ്രോഡക്ട്സ് ഇപ്പോഴും ഒരു പാട്ട് കാണുന്നത് ഇത് ഏതിനകത്ത എൻ്റെ ഉറക്കത്തിൽ പോലും ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. സ്റ്റാർട്ടപ്സ് ഞങ്ങളുമായിട്ട് ജനറൽ കമ്പനിയായിട്ട് പക്ഷേ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. ബിക്കോസ് ഞങ്ങളുടെ രീതി അവരുടെ കൺസെപ്റ്റും ഒത്തിരി വ്യത്യാസമാണ്. യു ക്രിയേറ്റഡ് ദ പ്രോബ്ലം, സോ സോൾവ് ഇറ്റ് യുവർ സെൽഫ്. എങ്ങനെ സോൾവ് ചെയ്യും? സിസ്റ്റം ഫോളോ ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി മിസ്റ്റേക്സ് വരുന്നത്. TVS ഞങ്ങളുടെ കസ്റ്റമറാണ് ഫോർ ഇയേഴ്സ്. ഇപ്പം മാരുതിക്ക് ഉണ്ടാക്കുന്ന റിലേ മാരുതിക്ക് വേണ്ടിയിട്ടാണ്. അത് എവിടെ അഡ്വർടൈസ്മെൻറ്റ്? എനിക്ക് തോന്നുന്നു ലേഡീസ് കൂടുതലും ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് വരാത്തതിൻ്റെ കാരണം നോ പറയാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു ലേഡി ആയതുകൊണ്ട് എനിക്ക് ഒരു പ്രിഫറൻസ് കിട്ടിയില്ല. യു റെസ്പെക്ടിങ് ദാറ്റ് പേഴ്സൺ ഹു ഈസ് എ കോൺട്രിബ്യൂട്ടർ ഇൻ ദ കമ്പനി, റൈറ്റ്? സോ ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അയേൺ ലേഡി എന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല. മാനുഫാക്ചറിങ് ബിസിനസ്സിൽ നമ്മളെപ്പോഴും പറയും ഒരു പുരുഷാധിപത്യമാണെന്ന്. അവിടെ സ്ത്രീ ശക്തി കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് OEN ഇന്ത്യ ലിമിറ്റഡിൻ്റെ സാരഥി പമീല അന്ന മാത്യു. മാം, ഒരുപാട് സന്തോഷം. സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എല്ലാ ബിസിനസ്സിലും നമ്മൾ പറയും അത് ആണുങ്ങൾക്കുള്ള ബിസിനസ്സാണെന്നുള്ളത്. അവിടെയാണ് നമ്മളൊരു സ്ത്രീ അത്തരത്തിൽ വളരെ മികവോടുകൂടെ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നത്. എങ്ങനെയായിരുന്നു ശരിക്കും ബിസിനസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്? OEN ഇന്ത്യയിൽ ജനറലായിട്ട് OEN ഇന്ത്യ തുടങ്ങിയത് 1968 പ്രൊഡക്ഷൻ സെറ്റപ്പ് ചെയ്തത് ജാനുവരി 1970. ഓക്കെ, അന്ന് നമ്മൾ ഇനീഷ്യലായിട്ട് എംപ്ലോയ് ചെയ്യുന്ന 80% വിമൻ ആയിരുന്നു, ഇൻക്ലൂഡിങ് ഇൻ മാനേജീരിയൽ ഏരിയാസ്. അല്ല, എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്? ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യത്തെ ഒരു 5 years എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ട്രെയിനിങ് ഒക്കെ ഫാദർ തന്നിരുന്നു എന്ന്. അതെ. എങ്ങനെയായിരുന്നു അതൊക്കെ ഓർത്തെടുക്കുന്നത്? 2 years ഇൻറ്റൻസീവ് ട്രെയിനിങ് ആയിരുന്നു. ഇൻറ്റൻസീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആദ്യത്തെ എൻ്റെ അസൈൻമെൻറ്റ് സ്റ്റോക്ക് ടേക്കിംഗ് ആയിരുന്നു. അന്ന് ഞങ്ങൾക്ക് കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ അന്ന് തന്നെ ഒരു 2000 ചില്ലാനും ടൈപ്സ് ഓഫ് പാർട്സ് ഉണ്ട്. ഓക്കെ, സ്മോൾ വോള്യൂംസ് ഉള്ളതുകൊണ്ട് സ്മോൾ വെയ്റ്റ്, മിനിയേച്ചർ സൈസ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് സാധനമാണ്. ഇതിനേക്കാളും ചെറിയ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. ഈ സ്റ്റോക്ക് ടേക്കിംഗ് അന്ന് എന്ന് പറയുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ചെറിയ സാധനം ആയതുകൊണ്ട് നമ്പേഴ്സ് എണ്ണാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് ഒരു 100 അല്ലെങ്കിൽ സൈസ് അനുസരിച്ചിട്ട് കുറച്ചൊരു വലുതാണെങ്കിൽ 10 അല്ലെങ്കിൽ അങ്ങനെ എണ്ണി അതിൻ്റെ വെയിറ്റ് എടുക്കും. എന്നിട്ട് പിന്നെ വലിയ പാക്കറ്റിൽ ടോട്ടൽ വെയിറ്റ് എടുക്കും. എന്നിട്ട് അങ്ങനെയാണ് നമ്പേഴ്സ് അറൈവ് ചെയ്യുന്നത്. ഓക്കെ, അത് അന്ന് എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറൊന്നുമില്ല, ഒരു കാൽക്കുലേറ്റർ പോലും അന്ന് ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ആ മെഷീൻ്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യും, നമ്മൾ ഒരു ലിവർ വെച്ചിട്ട് വലിക്കും. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ടത് ഹാൻഡ് റിട്ടൺ ആയിട്ട്. അപ്പോൾ എനിക്കുണ്ട്, എൻ്റെ സീനിയറായിട്ടൊരാളും ഉണ്ട്. പിന്നെ ആ സ്റ്റോറിലുള്ള സ്റ്റോർ കീപ്പറും. ഞങ്ങൾ 3 പേരാണ് സ്റ്റോക്ക് ടേക്കിങ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ടാക്കാൻ തന്നെ എടുത്തു 2 ആഴ്ചയിലാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്തിനാ ഇതാണോ എൻ്റെ ട്രെയിനിങ്? ഈ സാധനങ്ങൾ പെറുക്കി അടുക്കുക, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക, ടാബ്ലേറ്റ് ചെയ്യുക, ഇതാണോ എൻ്റെ ജോലി? അപ്പം പുള്ളി ചിരിച്ചു. ആ ചിരിയിൽ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നാണ് ചുരുക്കം. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഞങ്ങൾക്കന്ന് ഒത്തിരി ഇമ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസിന് പോകും. കസ്റ്റംസ് ക്ലിയറൻസിന് പോയി കഴിഞ്ഞിട്ട്
ഓരോ പാട്ടും അന്നൊക്കെ ഇപ്പോൾ ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ മതി. അന്നൊക്കെ ഇൻസ്പെക്ഷനുണ്ട്. ഓരോ ഐറ്റംസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ അപ്പം പാട്ട് ഏതാ എന്നൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് ലൈനിൽ വർക്ക് ചെയ്യാൻ വിട്ടു. ഓക്കെ, ലൈനിൽ വർക്ക് ചെയ്യാൻ വിട്ടപ്പോൾ ലൈനിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അസംബ്ലി പ്ലാന്റിൽ ആ ഓക്കെ ഓക്കെ പ്ലാന്റില് ഓരോരുത്തരും ഓരോ വർക്ക് ചെയ്തില്ലേ, അതിൽ അതും പഠിക്കാനായിട്ട് വിട്ടു. ഓക്കെ, അപ്പം ഇത് ഈ പാട്ടൊക്കെ എവിടെ പോകുമെന്ന് പഠിച്ചു. നെക്സ്റ്റ് ലെവലിലോട്ട് പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞപ്പം, 6 അല്ല എനിക്ക് തോന്നുന്നത് 10 months കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു വിത്ത് മൈ ഫാദർ. അപ്പോൾ ചോദിച്ചു വാട്ട് ഇസ് ദാറ്റ് യു ഹാവ് ലേൺഡ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം യു ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ബിക്കോസ് ഞാൻ സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അന്ന് ഞങ്ങളുടെ അക്കൗണ്ടിങ് ഇയർ ജാനുവരി ടു ഡിസംബർ കാലണ്ടർ ഇയർ ആയിരുന്നു. അപ്പോൾ ഞാൻ സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ഡിസംബറിലാണ് എൻ്റെ സ്റ്റോക്ക് ടേക്കിംഗ്. വിതിൻ 3 months. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 months കൂടെ കഴിഞ്ഞാണ് ഹീ ഈസ് റിവ്യൂയിങ് മൈ ട്രെയിനിങ് പ്രോഗ്രാം. സോ ഐ സെഡ് നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ യു സ്മൈൽഡ്, ബിക്കോസ് അന്ന് സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുമ്പം പാർട്സ് ഫെമിലറൈസ് ചെയ്തു ഏതാന്നൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് കസ്റ്റംസിൽ പോയപ്പം അത് റിലേറ്റ് ചെയ്യാൻ പഠിച്ചു. അസംബ്ലിയിൽ വർക്ക് ചെയ്യാൻ ചേർന്നപ്പം അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു. ഓക്കെ, സോ ദാറ്റ് വാസ് എ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇപ്പോഴും അന്നത്തെ എല്ലാ പ്രോഡക്ട്സും ഇപ്പം ഇല്ല, പക്ഷെ അന്നത്തെ പ്രോഡക്ട്സ് ഇപ്പോഴും ഒരു പാട്ട് കണ്ടിട്ട് ഇത് ഏതിനകത്താ എൻ്റെ ഉറക്കത്തിൽ പോലും ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. അത് അന്ന് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഈ പാട്ട് എവിടെയാണ് പോകുന്നത്, ഏത് പ്രോഡക്റ്റിലാണ് പോകുന്നത് അന്നറിയായിരുന്നു. പിന്നെ സബ്സിക്വൻ്റായിട്ട് ഞാൻ വേറെ പൊസിഷൻസിലായപ്പം ഇവിടെ ട്രെയിനിങ് എൻജിനീയേഴ്സ് വരുമായിരുന്നു. അവരെ കൊണ്ട് ഞാൻ പുതിയ പ്രോഡക്റ്റ്സ് എല്ലാം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടൊരു എക്സസൈസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അത് അവർ ഓരോ പാട്ടും ഓരോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം വെച്ച് ഒരു ബോക്സിൽ അവർ ഉണ്ടാക്കി അവർ എഴുതി കൊണ്ടുവന്ന്. അപ്പം അവർക്കറിയാം ഏത് എനിക്ക് പഠിക്കാനുള്ള പ്രോസസ്സ്. പക്ഷെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം ദേ ഓൾസോ ലേൺഡ് വേർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ബേസിക്കലി ഐ നോ വിച്ച് പാർട്ട് ഗോസ് ഇൻ ടു വിച്ച് പ്രോഡക്റ്റ് ബേസിക്കലി. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ അതോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? അല്ല, അത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് പഠിക്കാൻ വരുമ്പം യു ആർ ഇൻക്വിസിറ്റീവ്. എന്താന്നൊരു ഇൻക്വിസിറ്റീവ് നേച്ചർ ഉണ്ടല്ലോ നമുക്ക്. ജനറലി എല്ലാ മനുഷ്യർക്കും ഒരു ഇൻക്വിസിറ്റീവ് നേച്ചർ, ആ ഒരു താല്പര്യം, അങ്ങനെ ഒരു താല്പര്യം. പിന്നെ അടുത്തത് ബേസിക്കായിട്ട് ഒരു വലിയ ക്വസ്റ്റ്യനബിൾ തിങ് ആയിരുന്നത്, എൻ്റെ ഫാദർ എൻ്റെ എല്ലാ എംപ്ലോയീസിനെയും ബർത്ത്ഡേ വിഷ് ചെയ്യുമായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം എല്ലാവരും കമ്പ്യൂട്ടർ TV സ്ക്രീനിൽ അത് എല്ലാവരും ഇവിടെ വിഷ് ചെയ്യുക. ഓക്കെ, അന്ന് അങ്ങനെയല്ല, ആളുകൾ കുറവായിരുന്നു. 100 പേര്, പിന്നെ 200 പേര്, അപ്പം നമ്പർ ഓഫ് പീപ്പിൾ കുറവായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ എല്ലാവരെയും പോയി വിഷ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വന്ന് ഒരു വർഷത്തിനകം ആ ജോലി എന്നെ ഏൽപ്പിച്ചു. ഇത് എല്ലാം ലിസ്റ്റ് വരും. ഓക്കെ, ബർത്ത്ഡേ ലിസ്റ്റ് വരും. ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് എഴുതി വരും. ഓക്കെ, അന്നൊന്നും കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ, അതൊരു പ്രിൻ്റഡ് കൈകൊണ്ട് എഴുതിയ ഒരു ലിസ്റ്റായിരിക്കും. ആ ലിസ്റ്റിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത ലിസ്റ്റായിരിക്കും, ടൈപ്പ് റൈറ്ററിൽ. അതും കൊണ്ട് ഞാൻ പോകും. അപ്പോൾ ലൈനിൽ പോയി എല്ലാവരെയും അറിയാൻ വയ്യല്ലോ. അപ്പോൾ സൂപ്പർവൈസറിൻ്റെ അടുത്ത് ചോദിക്കും ഇന്നാളായാ. അപ്പോൾ പോയി അവിടെ പോയി വിഷ് ചെയ്യും. ഓക്കെ, അതെനിക്കൊരു ആളുകളെ പരിചയപ്പെടാനൊരു അവസരമായിരുന്നു. അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേരുടെയൊക്കെ പേര് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ മേരി എന്ന് പറഞ്ഞ ഒരു 5-6 പേര് കാണും. ഏലിയാമ്മ, ഒരു 4 ഏലിയാമ്മമാർ കാണും. അങ്ങനെ പേര് സിമിലറായിട്ടുള്ള, പക്ഷെ അവരുടെ ഇനീഷ്യൽസ് വെച്ചിട്ട് ഐ ക്യാൻ ഐഡൻറ്റിഫൈ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം മെയ് മാസം ഒത്തിരി പേർക്ക് ഫേക്ക് ബർത്ത്ഡേസ് ഉണ്ട്. അന്നൊക്കെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പേ ഉള്ള ഡേറ്റ് കറക്റ്റ് ആക്കി വെക്കുന്നത്. ജൂണിൽ ഇത്ര വയസ്സ് അതിന് മുമ്പേ തികഞ്ഞാലേ സ്കൂളിൽ ചേർക്കുള്ളായിരുന്നു. അപ്പോൾ അത് തന്നെ ലോങ് ലിസ്റ്റായിരുന്നു മെയ് മാസം.
അപ്പോൾ ചിലരുടെയൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ അവരുടെ ബർത്ത്ഡേ അല്ലല്ലോ ശരിക്കുമുള്ള ബർത്ത്ഡേ, അപ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കും. അപ്പം ചിലരൊക്കെ അതങ്ങോട്ട് തീരെ താല്പര്യമില്ലാതെ നോക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഫാദറിനോടൊക്കെ ചോദിച്ചു, ഇതെന്തിനാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഒരു ഡോങ്കി വർക്കല്ലേ, ഞാൻ ഈ ഡിസ്പ്ലഷർ എന്നെ സമ്പാദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫാദർ ചിരിച്ചു, അന്നും ചിരിച്ചു. ഞാൻ വിചാരിച്ചു പിന്നെ എന്നെ മനസ്സിലായി അത് ഓരോരുത്തരുടെ പേര് പഠിക്കാൻ എനിക്കൊരു അവസരമായിരുന്നു, ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പം ഞാനൊരു പേര് വിളിച്ച് സംസാരിക്കുന്നതും അല്ലാതെ സംസാരിക്കുന്നതുമായിട്ട് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ശരിയാണ്. ഒരാളെ ഓക്കെ, അത് വലിയൊരു അവസരം. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ പണ്ടത്തെ ചിലരുടെയൊക്കെ പേര് അറിയാം. പക്ഷേ അന്ന് ഇതൊരു സോ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദി പേഴ്സൺ ഹൂ ഈസ് വർക്കിംഗ് വിത്ത് യു ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായിരുന്നു ലേണിംഗ്. ഓക്കെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ബിസിനസ്സിനെ കുറിച്ചിട്ടും സ്റ്റാഫുകളെ കുറിച്ചിട്ടും ബിക്കോസ് യു നീഡ് മെറ്റീരിയൽ, you need people, you need equipments to do what you want to do, അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബേസിക്കായിട്ട് ആ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അവരോട് ഇതിനകത്ത് മെറ്റീരിയലും എക്യുപ്മെൻസും ഒക്കെ നമുക്ക് വാങ്ങിച്ച് യു ആർ നോട്ട് ഹാവിങ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. പക്ഷേ വർക്കും ആളുകളും യു ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ട് നടക്കുകയും വേണം. പിന്നെ എൻ്റെ ഫാദർ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ ഒരു കാര്യം തെറ്റായിട്ട് ചെയ്യുന്നു, ഓക്കെ, അത് നമ്മൾ കണ്ടു, അത് ഒരു ഗ്രൂപ്പിലാണ് തന്നെയാണെങ്കിൽ പറയുക, ഓക്കെ, അത് ശരിയാണോ ചെയ്തതെന്ന്. ഗ്രൂപ്പിലാണെങ്കിൽ അപ്പം പറയത്തില്ല, അത് പിന്നെ വിളിച്ച് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആകുമ്പം ബാക്കിയുള്ളവരും കൂടെ അറിയുമല്ലോ ആ ഒരു പേഴ്സൻ്റെ ഒരു ഡിഗ്നിറ്റിയോ, യു റെസ്പെക്റ്റിംഗ് ദാറ്റ് പേഴ്സൺ ഹൂ ഈസ് എ കോൺട്രിബ്യൂട്ടർ ഇൻ ദ കമ്പനി, റൈറ്റ്? സോ ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. സോ ഐ ട്രൈ ടു ഫോളോ ആസ് മച്ച് ആസ് പോസിബിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മെൻ്റൽ ഹെൽത്തിനെ ലീഡ് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ഫാദർ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യവും. അതെ അതെ, ബിക്കോസ് ഇപ്പം ചില കേസസിൽ എനിക്ക് ഒത്തിരി പേരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തവർ, അപ്പം ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അവരുടെ ഫോട്ടോ അവരറിയാതെ അല്ലെങ്കിൽ അവരറിഞ്ഞോ ഫോട്ടോ എടുക്കും. അപ്പോൾ അവർ മിക്കവാറും എന്തെങ്കിലും ചെയ്യുന്ന പ്രോസസ്സിലായിരിക്കും, അത് തെറ്റാണെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ആ പ്രോസസ്സായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് പേഴ്സൺസ് ഫോൾട്ട്, ഇറ്റ് കുഡ് ബി ഹൗ ദ പേഴ്സൺ വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഡു. അതും ആവാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരാൾ ഒരു വർക്ക് സിറ്റുവേഷനിൽ ജോലി ചെയ്യാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദാറ്റ്സ് എ പേഴ്സണൽ തിങ്. പക്ഷേ ഒരു കാര്യം ചെയ്യുന്ന രീതി അല്ലാതെ ചെയ്യുവാണെങ്കിൽ അത് ആ ഇൻസ്ട്രക്ഷൻ ഒരു പക്ഷേ കൊടുക്കാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടും തെറ്റിച്ച് ചെയ്യുന്നതായിരിക്കും. രണ്ടും ആവാം. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടോന്ന് വെച്ച് മാനേജറിനോ സൂപ്പർവൈസറിനോട് ചോദിച്ചിട്ട് അവർ കറക്റ്റ് ചെയ്യും. ഞാൻ ഡയറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യാം. പക്ഷെ ഉടുപ്പ് ശരിയായിട്ട് ഇടാഞ്ഞും അല്ലെങ്കിൽ ക്യാപ്പ് വെക്കും നിങ്ങളിവിടെ, ക്യാപ്പ് ശരിയായിട്ട് വെക്കുകയാണെങ്കിൽ അത് ഞാൻ അവരോട് തന്നെ തന്നെ പറയും. അത് പ്രത്യേകം അങ്ങനെ ഒരു വഴക്കൊന്നും അല്ലല്ലോ. അത് പിന്നെ പ്രശ്നമില്ല, ഡിഗ്നിറ്റിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പിന്നീട് 86 നമ്മൾ ഇതിലോട്ട് ഡയറക്റ്റ് വന്നു, മാനേജിങ് ഡയറക്ടറായിട്ട് വന്നു. ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിറ്റുവേഷൻ ആണല്ലോ. അതൊരു ഗ്യാപ്പായിരുന്നു. പക്ഷേ I had actually 13 years of very strict training, ട്രാവൽ ചെയ്യാനും ഒക്കെ ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള സോ I was not hesitant to do anything. ഓക്കെ, പക്ഷേ ഒരു വലിയ ഗ്യാപ്പായിരുന്നു, പെട്ടെന്നായിരുന്നു കൊണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഓഫീസിൽ എല്ലാ സീനിയർ മാനേജേഴ്സും ഉണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു യങ്ങർ ജനറേഷൻ. പിന്നെ അന്നത്തെ മാനേജിങ് ഡയറക്ടറുടെ മകൾ എന്നുള്ള ഒരു പക്ഷേ ഈവൻ വർക്ക് സിറ്റുവേഷനിൽ ഇനീഷ്യലി
എൻ്റെ ഫാദർ എന്നെ വിടുന്ന സമയത്ത് പറഞ്ഞു, യു മേ ബി മൈ ഡോട്ടർ, ബട്ട് വെൻ യു ആർ അറ്റ് വർക്ക് യു ആർ ലൈക്ക് എനി അതർ പേഴ്സൺ in that position. Okay, so he made no difference, no special treatment. ഞാൻ ഇപ്പോഴും പറയും, എൻ്റെ ആദ്യത്തെ ശമ്പളം 340 രൂപയാണ്, 350 രൂപ. 350 രൂപയാണ് ആദ്യത്തെ ശമ്പളം. അത് കൈ കിട്ടിയപ്പോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അതിപ്പോഴും ഓർക്കുന്നു. അന്ന് ആ ലെവലേ ഉള്ളൂ. അതുകൊണ്ട് മാനേജിങ് ഡയറക്ടറിൻ്റെ മകളായതുകൊണ്ട് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അതെ, സ്റ്റാഫായിട്ട് തന്നെ അവിടെ. ലീവ് എടുക്കുന്നതിലും വളരെ സ്ട്രിക്റ്റ്. അങ്ങനെ എൻ്റെ കല്യാണത്തിന് എനിക്ക് 2 ദിവസം ലീവ് വന്നു. 2 ദിവസം. കല്യാണത്തിൻ്റെ തലേ ദിവസവും കല്യാണത്തിൻ്റെ ദിവസവും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ജോലിക്ക് വന്നു? അല്ല, ശനിയാഴ്ചയായിരുന്നു കല്യാണം. അപ്പോൾ ഒരു ഹോളിഡേ ഉണ്ട്. അപ്പോൾ സൺഡേ കിട്ടി. മൺഡേ ഓൺവേർഡ്സ് ഇവിടെ ജോലിക്ക് വന്നു. അപ്പോൾ ഭർത്താവൊന്നും പറഞ്ഞില്ലേ? ഭർത്താവ് അതിലും എൻ്റെ ഫാദറിനെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അല്ല, പിന്നെ അറിയുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കൊന്നുമില്ല ശരിക്കും. പക്ഷെ ഇവിടെ ഓഫീസിൽ വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയായിരുന്നു, I didn't fall in love with you. I fell in love with your father. അത് ശരി. അവ മുൻപേ അറിയാമായിരുന്നോ? ഒരു 3 year പീരീഡ് എന്നെ അറിയായിരുന്നു. എൻ്റെ ഫാദറിനെ കാണാൻ വരുമായിരുന്നു ഫോർ അഡ്വൈസ്. പുള്ളി ഒരു സംരംഭം പുള്ളിയുടെ കസിനുമായിട്ട് തുടങ്ങുന്ന ഒരു പ്രോസസ്സിൽ ഹി വാണ്ടഡ് സം അസിസ്റ്റൻസ്. അപ്പോൾ ഒരു കോമൺ ഫ്രണ്ട് വഴി വന്നു എൻ്റെ ഫാദറിനെ കാണാൻ. പിന്നെ പറഞ്ഞു വന്നപ്പം പുള്ളിയുടെ ഫാദർ എൻ്റെ ഫാദറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും സജഷൻ വേറെ ഒരു സെക്ടറിന് വന്നപ്പം എൻ്റെ ഫാദർ പറഞ്ഞു, ഐ ഡോണ്ട് മൈൻഡ് ലുക്കിങ് അറ്റ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഫാദർ ശരിക്കും ഒരു ഹീറോ ആയിരുന്നല്ലേ? അതെ, കാരണം ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരു പിക്ചർ നമുക്കിങ്ങനെ വരുവാണ്. അന്ന് എടുത്തിരുന്ന ഡിസിഷൻസ്, അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെ വരുവാണ്. തീർച്ചയായിട്ടും. എസ്പെഷ്യലി പറയില്ലേ, ഞാൻ നിന്നെ കണ്ടിട്ടല്ല അപ്പനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ. അത് അന്നേരം എന്നോട് പറഞ്ഞില്ല, കുറെ കഴിഞ്ഞിട്ടാണ്. അന്നേരം പറഞ്ഞിരുന്നേ തീർന്നു. ഇവിടെ എല്ലാവരും അത്ഭുതപ്പെട്ടില്ലേ? കാരണം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ ജോലി അത്ഭുതപ്പെട്ടു. അപ്പോഴേ എല്ലാവരും മനസ്സിലാക്കി കാണും ഇനി കല്യാണം ഒരു എക്സ്ക്യൂസ് അല്ലാന്ന്. അല്ല, അവർ ബാക്കിയുള്ളവർ ചെയ്യുന്നതല്ല. പക്ഷെ മൈ ഫാദർ സെഡ് അതുമായിട്ട് അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ ഹി ഗേവ് മീ 4 more days leave to go to his house. He was against this honeymoon trips and all that. It's part of your life. അതെ, അപ്പൊ പിന്നെ വേറെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യമില്ല. Because he believed that marriage is between 2 families. So you better get yourself established in the family first. He in our family and me in his family. ഇന്നതൊന്നും ചിന്തിക്കാനേ പറ്റുന്ന കാര്യമല്ല അല്ല. ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ മാറി നിൽക്കണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതെ, അപ്പം ആ ഒരു മാച്ചിൽ തന്നെയാണ് പോയത്. അതായത് my husband was a big fan of my father. അപ്പം അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ I had no difficulty in, because he was, ഞാൻ ചിലപ്പോൾ പറയും, he was more of a son to him than me a daughter to him. ഞാൻ ചിലപ്പം ചില കാര്യങ്ങൾ, and my father was very particular in certain things observing. ഞാൻ പറഞ്ഞില്ലേ, he never would scold you when he sees something when others are around. Okay, he will write it down. He has a dossier for each one of us. എല്ലാവരും. Even my mother had a dossier. Okay, he will write it down there so that he will not forget. Okay, and then he will call you at an appropriate time, tell you, by which time നമ്മളിതെല്ലാം മറന്നുപോയി കാണും. അങ്ങനെ ഒരു സംഭവമേ മറന്നുപോയി കാണും. ആ സമയത്താണ് അത് പറയാ. അല്ല, അതായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ളൊരു ടൈം. അല്ല, അപ്രോപ്രിയേറ്റ് ആയിട്ടല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ റോങ് ഡൂയിങ്.
ഇഫ് അത് റിപ്പീറ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന കാര്യമല്ലായിരിക്കും, പക്ഷേ യുവർ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ ഓർ ലെറ്റ്സ് സേ ഈവൻ ഹൗ യു ഡ്രസ് ഓർ maybe you are talking to someone, not standing straight. Okay, that's part of your, because how you carry yourself is very important. ശരിക്കും അതൊരു കെയറാണ്. It's because you are to set an example for others, അല്ലേ? അതെ, ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് മാഡത്തിൻ്റെ Yeah. ക്യാരക്ടർ എന്ന് പറയുന്നത്. അല്ല, പക്ഷേ ഇപ്പോൾ 86-ൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ സമയത്ത് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ലേഡീസിന് ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് കിട്ടും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രിഫറൻസ് കൂടുതൽ ലേഡീസിനാണെന്നുള്ളത്. പക്ഷെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയാണോ? അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു ആണിന് ചെയ്യുന്ന അത് ഈസിയോട് കൂടി ഒരു പെണ്ണിന് ചെയ്യാൻ സാധിക്കും? സത്യം ഞാൻ പറഞ്ഞാൽ ഞാൻ ഇൻവോൾവ് ആയിട്ട്, ബിക്കോസ് ഐ യൂസ് ടു ഡീൽ വിത്ത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വെരി ഫ്രീക്വൻ്റ്ലി, RBI, കസ്റ്റംസ്, ഓക്കെ, വെരി ഫ്രീക്വൻ്റ്ലി, ലൈസൻസിങ് ഇൻ ഡൽഹി. അറ്റ് നോ പോയിൻ്റ് ഒരു പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു ലേഡി ആയതുകൊണ്ട് എനിക്ക് ഒരു പ്രിഫറൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാനൊരു ലേഡി ആയതുകൊണ്ട് ദ അതർ പേഴ്സൺ ഡിഡ് നോട്ട് ഹിയർ മീ. അങ്ങനൊരു സംഭവമേ എനിക്ക് തോന്നിയിട്ടേ ഇല്ല, സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല? അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഇല്ലായിരുന്നു. ഞാൻ ചിലപ്പോൾ എൻ്റെ ഫാദറിനൊക്കെ പറഞ്ഞ് ഞാൻ ഗവൺമെൻറ് ഓഫീഷ്യലിനെ കാണാൻ പോയി, പുള്ളി എൻ്റെ മുഖത്തോട്ട് പോലും നോക്കിയില്ല, ചിരിച്ചു പോലും ഇല്ല. അത് പതുക്കെ ചിരിച്ചോളും, പതുക്കെ മുഖത്ത് നോക്കിക്കോളും എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് എൻ്റെ ഫാദർ പറഞ്ഞു, ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ആദ്യം ഒരു a man may find it difficult to accept you, so he may not look at you or he may be not smile at you, because അന്നൊക്കെ സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും, എസ്പെഷ്യലി ഗവൺമെൻറ് ഒഫീഷ്യൽസ്. അപ്പോൾ യു ഡീൽ വിത്ത് ഇറ്റ്, യു ഡോണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പുള്ളി എന്നെ ചിരിക്കാത്ത എന്താ നമ്മൾ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. സോ കുറേ കഴിഞ്ഞപ്പം പല പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞു ഫൈനലി ദാറ്റ് പേഴ്സൺ സ്മൈൽ. അത് വിച്ച് മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരുന്നാൽ മതി. യു ഷോ യുവർ സെൽഫ്. നമുക്കെന്തിനാ, നമ്മുടെ കാര്യം പറയാനല്ലേ പോയാൽ പറഞ്ഞു, അത് നന്നായിട്ട് ഭംഗിയായിട്ട് പറയുക എന്നുള്ളതാണല്ലോ. ആൻഡ് ദാറ്റ് ദി അതർ എൻഡ്, ആളുടെ പരിധിയിൽ പെട്ടുന്ന കാര്യങ്ങളല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ അതെ, ഓക്കെ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് റോങ് അല്ലെന്ന് നമുക്കറിയാമെങ്കിൽ ഇറ്റ് ഈസ് നോ പ്രോബ്ലം. എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ അപ്ഡേഷൻസിനെ എടുക്കുന്നത്? കാരണം എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ തന്നെ ഇപ്പം ടാക്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഓരോ കാര്യത്തെക്കുറിച്ചിട്ടും അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, എന്നിരുന്നാൽ പോലും നമ്മൾ അതിനെക്കുറിച്ചിട്ട് അവെയർ ആയിരിക്കണമല്ലോ. അതിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം പുതിയ ലേബർ കോഡ് വന്നു, ഓക്കെ. അപ്പോൾ ഞാനത് പേപ്പറിലൊക്കെ വായിക്കും, അല്ലെങ്കിൽ മാഗസിൻസിൽ റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻസിൽ വായിക്കും, അത് കൂടുതൽ വായിക്കും. എന്നാലും ചിലപ്പോൾ സംശയം വരും, ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് ഇൻ്റർപ്രിട്ടേഷൻ എവിടെയെങ്കിലും വായിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു സംശയം വരും. അപ്പോൾ ഞാൻ എൻ്റെ HR മാനേജറിനോടൊക്കെ വിളിക്കും, പുള്ളിയോട് ചോദിക്കും ഇങ്ങനെ തന്നെ. സോ അപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യും, ഇതിപ്പോഴും പല കാര്യങ്ങൾ ക്ലാരിറ്റി വരാനുണ്ട് എന്നൊക്കെ. So that is how you interact. Similarly, any financial matters ഇല്ലേ, അതുപോലെ തന്നെ ഫിനാൻസ് ചീഫിനെ വിളിച്ചിട്ട് സംസാരിച്ചു. ചോദ്യം എനിക്കറിയാൻ വയ്യാന്ന് വേറെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കറിയാൻ വയ്യ, ഞാൻ ചോദിക്കുന്നു, അത് പഠിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഏത് ലെവലായാലും. ടെക്നോളജി ഇന്നലെ ഞാൻ ഇത് പോയപ്പം ഇന്നലെ പ്ലാന്റിൽ പോയി എടുത്തുകൊണ്ട് വന്ന സാധനം ഇത് ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിക്കണമായിരുന്നു, ഇത് കുറച്ച് ദിവസമായിട്ട് ചോദിക്കാനിരിക്കുമ്പോഴാണ് ഇതിനെ അവിടെ കണ്ടത്. അപ്പോൾ ഞാൻ ആ സൂപ്പർവൈസറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നമ്മൾ വിവരം ചോദിക്കുന്നത്, നമുക്കാണ് മാനേജിങ് ഡയറക്ടർ അതുപോലെ അറിയാൻ വയ്യായിരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു സംശയം നമ്മൾ ചോദിച്ചു, പ്രോബ്ലം ഇല്ല, നമ്മൾ പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ചു. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മാഡത്തിന്? എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. അല്ല, ടെക്നോളജി വരുന്ന സമയത്ത് അതല്ലേ ഞാൻ പറഞ്ഞ, പണ്ട് ഞാൻ എഞ്ചിനീയേഴ്സിനെ കൊണ്ടൊരു പരിപാടി വരുന്ന സമയത്ത് ഞാനൊരു എഞ്ചിനീയർ അല്ല, അതുകൊണ്ട്
പല കാര്യങ്ങൾ ആ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ഓക്കെ ഞാനൊരു കാര്യം ഞാൻ എൻ്റെ മോളോട് പറയും ഞാനൊരു കാര്യം ഒരു പക്ഷേ അരമണിക്കൂർ എടുക്കുമായിരിക്കും മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഒരു എൻജിനീയർ ചിലപ്പം വിതിൻ 5 minutes 2 minutes ഇപ്പോൾ ആ എൻജിനീയറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും ഓ അവിടുത്തെ മാനേജിങ് ഡയറക്ടർ ഒന്നും അറിയാൻ വയ്യെന്ന് നടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പലരും അങ്ങനെ അറിയില്ല എന്ന് പറയാത്തതിന്റെ കാരണം അഡ്വാൻറ്റേജ് എടുത്താലോ എന്നുള്ളതാണ്. നമ്മൾക്ക് അറിയാൻ വയ്യാത്തത് ചോദിക്കുക. പക്ഷെ വി ഷുഡ് നോ വേർ ടു ഡ്രോ ദ ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ഇഫ് ദാറ്റ് പേഴ്സൺ ടേക്കിംഗ് ആൻ അഡ്വാൻറ്റേജ് യു ഷുഡ് നോ വേർ ടു സ്റ്റോപ്പ്. അതാണ് ഇമ്പോർട്ടൻ്റ്, അതിനാണ് ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ലേഡീസ് കൂടുതലും ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് വരാത്തതിൻ്റെ കാരണം നോ പറയാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അപ്പുറത്തെ ആൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ബോർഡർ ലൈൻ ഉണ്ടെന്ന് വിശ്വസിക്കണം. നമുക്ക് ഫ്രീ ആണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ലേഡീസിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അവർക്ക് തോൽക്കാനുള്ള ചാൻസസ് കൂടുതലാണല്ലോ. ആ ഒരു ഭയമായിരിക്കും എന്ന് തോന്നുന്നു. അത് ഒരു കാതലായ ഒരു കാര്യം ഓർക്കേണ്ടത്, അത് ഞാൻ ഒരു ജനറലായിട്ട് പറയുന്ന, നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനെക്കുറിച്ചും നമ്മൾ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും അത് വേറൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ല എന്ന് വെച്ചോ, യു കീപ് ട്രൈങ് അൺടിൽ യു ബി യുവർ സെൽഫ്. നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു ആക്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ഐ വിൽ ബി എ മിസ്ഫിറ്റ് ബിക്കോസ് ഒത്തിരി റെപ്പറ്റീഷനൊക്കെ കാണും. അത് ഐ വിൽ ബി എ മിസ്ഫിറ്റ്, സോ ഐ വിൽ നോട്ട് അറ്റംപ്റ്റ്. പക്ഷേ ഞാനായ രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ വേറൊരാളെ അനുകരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ പഠിച്ചതും ഞാൻ ഓക്കെ എന്നെ ചേഞ്ച്ഡ് പേഴ്സൺ ആവണമെങ്കിൽ ആ ചേഞ്ച്ഡ് പേഴ്സൺ ആ കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. നമ്മളാണ് ആദ്യം നമ്മളിൽ വിശ്വസിക്കേണ്ടത്. കോൺഫിഡൻസ് ബിൽഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെ, അത് ആദ്യം എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു ഒഫീഷ്യലായി. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ബാംഗ്ലൂർ ഫാക്ടറി ആദ്യം കൺസ്ട്രക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പം ആദ്യമൊക്കെ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു യു പ്ലാൻ ടു, ഇപ്പം ഞാൻ വിചാരിച്ചു പുള്ളിയും കൂടെ വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അന്നൊക്കെ ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ട്രെയിൻ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ നോ ഐ എം നോട്ട് കമ്മിങ്, യു ആർ ഗോയിങ് യുവർ സെൽഫ്. So that is the build of confidence. I should do the same with anybody else in the organization. Right? So you go do yourself. It is your duty to do. So you go. You don't need my help. You have had my guidance or whoever's guidance was required. Now you be on your own. Best thing happened to you എന്ന് പറഞ്ഞാൽ അത് ഫാദർ ആയിരിക്കും അല്ലേ? അതെ. Definitely. Because my mother had her freedom of doing what she wanted. There was no restriction. അത് കാലഘട്ടം ഭയങ്കര ഡിഫറൻസ്. അന്നാണ് 70s ആ ഒരു ടൈമിലാണ്. പലരും എൻ്റെ ഫാദറിനൊക്കെ ചോദിച്ചു ഞങ്ങളെല്ലാം പെൺപിള്ളേരായതുകൊണ്ടാണോ? അല്ല. ഹിസ് പേരൻസ് ഓൾസോ സെയിം, മൈ മദേഴ്സ് പേരൻസ് ഓൾസോ സെയിം. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ഒരു റൂളേ അവരുടെ വീടുകളിലും ഇല്ലായിരുന്നു. അപ്പോൾ ആ കോമ്പിനേഷനും കൂടെ അതിനൊരു കാരണമാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ല വ്യക്തി വളർന്നു വരണം എന്നുണ്ടെങ്കിൽ അത് പാരൻസിന് വളരെ ഫാമിലി. അതുകൊണ്ടല്ലേ എന്നെ ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ he should be grounded in the wife's family and also I have to be grounded in his family. ആ റിലേഷൻഷിപ്പ് അവർക്കും അല്ലെങ്കിൽ ഓക്കെ ഞാനൊരു വർക്കിംഗ് പേഴ്സൺ ആണ്, അവർക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് അവരുടെ മകനെ നോക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മകന് അങ്ങനെ തോന്നരുതല്ലോ. അതെ, ഓക്കെ, അത് ഈക്വൽ ആയിരിക്കണം. വളരെ ഫോളോ ചെയ്യാനും ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതെപ്പോഴും ഒരു ഭയമാണ്. എനിക്കറിയില്ല, അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയാണ്, ലേഡീസ് എസ്പെഷ്യലി. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് ആരും കല്യാണം കഴിക്കാത്തത്. കല്യാണം കഴിക്കാൻ ഭയങ്കര പേടിയാണല്ലോ, ഇൻക്ലൂഡിങ് മീ.
ഇനിയിപ്പം ബിസിനസ് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു കമ്പാരിസൺ ഉണ്ടാവാം. എപ്പോഴും പറയും ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? എന്നോടാരും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനാർക്കും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫാദർ മരിച്ച് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം സീനിയർ മാനേജേഴ്സ് ആയിരുന്നു. അവർക്കായിട്ട് ഞാൻ ഐ യൂസ് ടു ഗോ ടു ദം. അവരുടെ ക്യാബിനിൽ പോകും. അവരുടെ ക്യാബിനിൽ പോകും. ഐ യൂസ് ടു ഗോ ടു ദം, ആസ്ക് ദം how things can be done. Okay, although I know I can always approve or do something, but I would seek their help in an indirect way, asking them opinion as to what should be done, what is the best thing they feel. Or ഞാൻ ഡിഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, I don't think that is how it should be done like this എന്ന് പറയും. അതല്ലേ നല്ലത് എന്ന് അവരോട് അങ്ങോട്ട് ചോദിക്കുമ്പം then it comes around. They would think. അതെ. എന്നിട്ട് സ്ട്രോങ് ആയിട്ട് അവർ ഫീൽ ചെയ്യുകയാണെങ്കിൽ then I will accept it. I said okay, then we will try that. If it doesn't work, then we have to switch. പക്ഷേ ഏജ്, എക്സ്പീരിയൻസ് അത് രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഒരു ചെറിയ ഏജിലാണ് ഒരു വലിയ ഡിസിഷൻ മേക്കിംഗ് ഒരു സീറ്റിലോട്ട് നമ്മൾ എത്തുന്നത്. ആ സമയത്ത് ഇല്ല, എനിക്ക് തോന്നുന്നത് അത് ഇറലവൻ്റ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഏജ് ഹാസ് ഓക്കെ എക്സ്പീരിയൻസ് ചില കാര്യങ്ങളിൽ ഇൻ ഡീലിംഗ് വിത്ത് പീപ്പിൾ, ഇൻ നോയിങ് ജനറലി ഹൗ ബിസിനസ് റൺസ്, അതൊക്കെ ചിലപ്പം ബിക്കോസ് ഓഫ് യുവർ എക്സ്പീരിയൻസ്. പക്ഷേ ഡിസിഷൻ മേക്കിംഗ്, ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ലൈനിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ട എന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ടെക്നിക്കൽ മാറ്റേഴ്സ് ഐ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി R&D ഹെഡ് ടു മേക്ക് എ സജഷൻ. ആൻഡ് എല്ലാവരും കൂടെ കളക്റ്റീവായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ടേക്ക് എ ഡിസിഷൻ വിച്ച് ഇസ് ബെസ്റ്റ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഇൻപുട്ടും കാണും, വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദി ഓർഗനൈസേഷൻ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ള ആണ് ബെസ്റ്റ്. അതിനകത്ത് ഏജ് ഒരു ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് ക്വൈറ്റ് ബിലീവ്. എല്ലാ ആസ്പെക്റ്റിലും ഇല്ല, ചില ആസ്പെക്ട്സിൽ ശരിയായിരിക്കും. അപ്പം ഏജ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. കുറെ ഓണം ഉണ്ടെന്നാണെന്ന് പറയുമല്ലോ, അതിൽ കാര്യമില്ല. ഇപ്പം ഇവിടെ യൂണിയൻ നേതാക്കളുമായിട്ട് ഇൻ്ററാക്ഷൻ, അവരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കണമല്ലോ. അപ്പം നമ്മളും ചില കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ കോംപ്രമൈസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോംപ്രമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ അതിന് ഞാൻ ഫേമായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അവർക്ക് 25% ഹോൾഡിംഗ് ഉണ്ട്. അപ്പം നമ്മൾ തുടക്ക സമയത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ യൂണിയൻ ആളുകളുമായിട്ടുള്ള അത്തരത്തിലുള്ള അന്ന് ഏറ്റവും കൂടുതൽ കേട്ടിരുന്നാണല്ലോ തൊഴിലാളി സമരങ്ങളൊക്കെ ആയിരുന്നു. അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും നമ്മുടെ കമ്പനിക്ക് എഫക്ട് ചെയ്തിട്ടില്ല? ഉണ്ട്, സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1974 ഒരു സമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓപ്പറേഷൻ 4 വർഷത്തിനാണ് ഒരു സമരം ഉണ്ടായിരുന്നു. വലിയ സമരമായിരുന്നു. വലിയ സമരമല്ല, കൊച്ചു സമരം. എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്കൊരു ഫെയിലിയർ ടൈം എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ റോങ് ഡിസിഷൻസ് എടുത്ത് ഫെയിലിയർ ആയിട്ടുള്ള കേസസ് ഉണ്ട്. ചില പ്രോജക്ട്സ് ഓക്കെ അതിന് കമ്പനിക്ക് നഷ്ടവും വന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു റോങ് ഡിസിഷൻ അന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു അന്നത്തെ ആ പ്രോജക്റ്റ് എടുക്കും. പക്ഷെ സബ്സിക്വൻ്റ്ലി നമ്മൾ നോക്കുമ്പം അത് ചെയ്യേണ്ട, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ട എന്നുള്ളത്. യു ഷുഡ് ഹാവ് ടേക്കൺ പ്രിക്കോഷൻസ് എന്ന്. അപ്പം പിന്നെ അടുത്ത പ്രോജക്റ്റ്, പിന്നെ നമ്മൾ ആ പ്രോജക്റ്റ് അബാൻഡൻ ചെയ്തു. അത്രയും കമ്പനിക്ക് നഷ്ടമുണ്ടായി. ഒരു കളക്റ്റീവ് ഡിസിഷനായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കൂടെ എടുത്ത് കമ്പനി ആയിട്ട് ബോർഡിലൊക്കെ അപ്രൂവ് ചെയ്ത ഒരു ഫാക്ടറാണ്. പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ട് അപ്പോൾ അത് ഒരു ഗൈഡ് ലൈനാണ്. യുവർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അതൊരു ഗൈഡ് ലൈനാണ്. ഒരു പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, ചില ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ കോഷ്യസ് ആയിട്ട് നോക്കേണ്ടിയിരുന്നു എന്നൊരു ലേണിംഗ് ഉണ്ട് അതിനകത്ത്. അത് നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ടുള്ള
കാര്യങ്ങളിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം അതൊരു ലേണിങ്ങാണ്. അവിടെയാണ് ശരിക്കും നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത് ഞാനിപ്പം ചില കാര്യങ്ങളിൽ യങ്ങർ ജനറേഷൻ ഒരു പ്രോജക്റ്റൊക്കെ വരുമ്പോൾ പറയും ഇന്ന കാര്യങ്ങൾക്കും കൂടെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കോഷ്യസ് ആയിരിക്കണം എന്ന് പറയും. അത് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ അവർ മിസ്റ്റേക്ക് ഉണ്ടാക്കട്ടെ എന്നിട്ട് പിന്നെ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആവാം എന്ന് പറയും. അത് നല്ലൊരു അപ്രോച്ച് അല്ല. വാട്ട് ഈസ് യുവർ ലേണിംഗ് അത് വേറൊരാൾക്ക് ഷെയർ ചെയ്യുകയും അത് ഫൈനലി എന്താ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആവണ്ടേ. ദാറ്റ് ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ അല്ലേ. അതെ. അപ്പോൾ പിന്നെ അത് ഇതൊന്ന് കമ്പനി ലീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളത് നോ പറയാനുള്ള ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും പല ആളുകളും പറയും ഒന്നല്ലെങ്കിൽ നോ പറഞ്ഞാൽ അവർ ചിലപ്പോൾ പോവാം, അല്ലെങ്കിൽ സോപ്പിട്ട് നിന്നാൽ അവർ നമ്മുടെ തലയിൽ കയറാം എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ് മാഡം, അല്ലെങ്കിൽ മാഡത്തിന് അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫുകളുടെ അടുത്ത് ഇപ്പോൾ നോ പറയുന്ന സിറ്റുവേഷൻസിൽ? നോ പറയേണ്ട സിറ്റുവേഷൻസ് ഡയറക്റ്റായിട്ടില്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പം ചില ആക്ഷൻസ് എടുക്കാൻ വരികയാണെങ്കിൽ വിളിക്കും, പറയാനുള്ളത് പറയും. ചീത്ത പറയും നന്നായിട്ട്? ചീത്ത പറയുന്നല്ല, പെർഫോമൻസിൻ്റെ ബേസിസിലായിരിക്കണം. അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തു, അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് കേസസിൽ വരുന്ന സമയത്ത് യു വിൽ ആസ്ക് ഫോർ ഓപ്ഷൻസ്. എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ, മറ്റേ വർക്ക്മെൻ ആകുമ്പോൾ പറ്റത്തില്ലല്ലോ, അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ആക്ഷൻസ് എടുത്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. എക്സിക്യൂട്ടീവ്സ് ആകുമ്പം വിളിച്ചിട്ട് പറയും ഇന്ന പ്രോബ്ലം ഉണ്ട്, നേരത്തെ സംസാരിച്ചാണ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അതിന് മുമ്പേ വാർണിംഗ് കൊടുത്തു കാണുമായിരിക്കും. either we have to terminate your service or you have to put in your resignation. സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ആ മൊമെൻറ്റിലേ പറയും. അല്ല, ഓപ്പർച്യൂണിറ്റി അല്ല പെട്ടെന്ന് പറയല്ല, ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് then you'll have to say. അല്ലെങ്കിൽ അങ്ങനെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് എന്നെ കാണണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദേ വോണ്ട് ടു പോസിബിളി സേ സംതിങ് മോർ. അപ്പം അത് ഞാൻ കേൾക്കും, പക്ഷെ കേൾക്കാത്ത സമയങ്ങളുണ്ട്. ബിക്കോസ് ഐ നോ ഫോർ സർട്ടൻ സിറ്റുവേഷൻ നമ്മൾ കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഐ വിൽ സേ. അങ്ങനെയാണെങ്കിൽ എന്നെ കാണാൻ വരുമ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും കാണും. ഇപ്പോഴത്തെ പഠനം ഏറ്റവും കൂടുതൽ പറയുന്നത് ജെൻസി പിള്ളേർ അല്ലെങ്കിൽ 2K കിഡ്സ് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര പേഷ്യൻസ് ഒക്കെ കുറവാണ് എന്നുള്ളതാണ്. ജെൻസി പിള്ളേർ ഇവിടെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ജെൻസൊക്കെ അവർ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയാണ്? അവർ ഷോപ്പ് ഫ്ലോറിൽ ഉണ്ട്. ചിലരൊക്കെ വരും മുടിയൊക്കെ വളർത്തി, ഇതൊക്കെ മുടിയൊക്കെ വെട്ടിച്ചിട്ടാണ് ഇതിനകത്ത് കയറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരിയും. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പം വളർന്നതാണെങ്കിൽ ദേ ഹാവ് ടു ടൈ ദ ഹെയർ, ബിക്കോസ് ക്യാപ്പ് ഇട്ടുകൊണ്ട് വേണം അസംബ്ലിയിൽ ചെയ്യാൻ. അല്ലാത്തുള്ളവർക്ക് പിന്നെ ഡ്രസ്സ് യൂണിഫോംസ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട്. പിന്നെ ഇവിടെ ചില റൂൾസ് ഉണ്ട്. അസംബ്ലിയിൽ പൂ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ പൊട്ടില്ലേ, പൊടിപ്പൊട്ട, ചന്ദനം, അതൊന്നും തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡസ്റ്റ് ഫോം വരും. ബിക്കോസ് ഡസ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഫോർ അസ്, ഡസ്റ്റ് വരിക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇവർ പുറത്തെന്തോ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. അകത്ത് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ റൂൾസ് വർക്കിംഗ് ഫോളോ ചെയ്യണം. അതാത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഓണം സെലിബ്രേഷന്, ക്രിസ്മസ് സെലിബ്രേഷന് ഇപ്പോൾ അവരൊക്കെ ഇനി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ആട്ടോ, കുട്ടികളാണ്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള. മാഡം തന്നെയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്? അല്ല, HR ഡിപ്പാർട്ട്മെൻറ്റ്. മിക്കവർക്കും ഇപ്പോൾ എൻജിനീയർ ലെവൽസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ മറ്റേ പണ്ടൊക്കെ ജോലി കോളേജിൽ നിന്ന് നേരെ വരും എൻജിനീയേഴ്സ്, പിന്നെ അവർ റിട്ടയർ ചെയ്തിട്ടേ കമ്പനിയിൽ നിന്ന് പോവുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പണ്ട് ഒരു ഇടയ്ക്കത്തെ പീരീഡിൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ആളുകൾ പോവുമായിരുന്നു. ഇപ്പോൾ 5 വർഷം പോലും ചിലർ നിൽക്കില്ല. ഒരു
ഒന്നി പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ടാലൻറ്റ് വേറെ രീതിയിലാണെങ്കിൽ അത് ഒരാൾ ആക്ടിങ്ങിന് പോയിട്ടുണ്ട്. അല്ല, അവരുടെ ഒരു പാഷൻ, അതിലാണ് അവർക്ക് ഹാപ്പിനെസ്. എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടുന്ന് ലീവ് എടുക്കും. അതിനെ പിടുത്തം വീണപ്പം അതാണ് നല്ലത്, മനസ്സിലായി. മാഡത്തിന് ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം എന്താ? സാധനങ്ങൾ ഇൻ ഓർഡർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇരിക്കേണ്ട രീതിയിൽ ഇരിക്കണ്ടേ. അത് നമ്മൾ ഒരാൾ സാധനം ഞാൻ ഇവിടെ വെച്ചു, ഞാൻ നോക്കുന്നത്, അത് എനിക്കറിയണം എവിടെയാ വെച്ചത്. അത് എവിടെയെങ്കിലും മാറ്റി വെച്ച് ആരെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവശ്യമില്ലാതെ സമയം സ്പെൻഡ് ചെയ്യില്ലേ, ഇത് തിരക്കി. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആണെങ്കിൽ യു വിൽ നോട്ട് സ്പെൻഡ് അൺനെസസറി ടൈം ലുക്കിംഗ് ഫോർ സംതിങ്. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്, പണ്ട് അങ്ങനെയല്ലല്ലോ. അതെ, ശരിക്കും സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ, സിസ്റ്റം ഫോളോ ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി മിസ്റ്റേക്സ് വരുന്നത്. സിസ്റ്റം ഫോളോ, അതിപ്പം മാനുഫാക്ചറിങ്ങിന് അങ്ങനെ പറ്റത്തുള്ളൂ. സിസ്റ്റം ഫോളോ ചെയ്തില്ലെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ വർക്ക് സിറ്റുവേഷനിലും ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. പങ്ക്ച്വാലിറ്റി, എനിക്കത് വേറൊരു സംഭവം, ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി അറ്റ് വർക്ക്, അത് ഇപ്പോഴത്തെ ജനറേഷൻ സ്വല്പം കമ്മിയാണ്. ഓക്കെ, ഇപ്പോഴത്തെ ട്രാഫിക്കും ഒക്കെ കാണുമായിരിക്കും, എന്നാലും മൈ ഫാദർ യൂസ് ടു ബി, ഒരാളോട് ഒരു അപ്പോയിൻമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ബി എഹെഡ് ഓഫ് ടൈം. ഓക്കെ, അവിടെ പോയി ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കാം, പക്ഷേ ഫോർ us ഇപ്പോൾ 10 മണിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എഹെഡ് ഓഫ് ടൈം. സോ ട്രാഫിക് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വഴി വരാം. സോ യു പ്ലാൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇവിടെ ഇപ്പം അറ്റൻഡൻസ് എല്ലാ മാസവും, ഇവിടെ എല്ലാ ആഴ്ചയിലും ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പഞ്ചിങ് സിസ്റ്റം ആണല്ലോ എല്ലാവർക്കും, അപ്പോൾ അറിയാം ലേറ്റ് ആയവരുടെ എല്ലാം കറക്റ്റ് ടൈം എവിടെ, സെക്കൻഡ് ഏതാന്ന് പോലും അറിയാം. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ അതെനിക്ക് വരും ആ റിപ്പോർട്ട്, അറിയാം. ഫ്രീക്വൻ്റ് ആയിട്ട് താമസിച്ച് വരുന്നത് ഹാബിച്വൽ ലേറ്റ് കമേഴ്സ് ഉണ്ട്. ചില ഹാബിച്വൽ ലേറ്റ് കമേഴ്സ് ഉണ്ട്, അവരെ ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റും, പറഞ്ഞ് മടുക്കുന്നത്. പിന്നെ നമ്മൾ ചിലരെയൊക്കെ നമ്മൾ പ്രൊഡക്ഷനിൽ പറ്റത്തില്ലല്ലോ, ബിക്കോസ് ടൈം ഹാസ് ടു ബി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അല്ലാത്തുള്ളടത്ത് കുറച്ചൊക്കെ നമ്മൾ ഒന്ന് കണ്ണടച്ച് കൊടുക്കും. ഇപ്പോൾ OEMൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇപ്പം ലോകം ചലിക്കുന്ന അതുപോലും ടെക്നോളജിയുടെ ഒരു സ്പീഡ് അനുസരിച്ചിട്ടാണെന്ന് പറയാം. എന്തായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ നമ്മൾ കാണുന്നത്? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റ്, ഓക്കെ, ഞങ്ങളുടെ പ്രോഡക്റ്റ് അപ്ഡേറ്റഡ് ഫോർ ദി യൂസാണ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ മെയിൻ പ്രോഡക്ട്സ് പോകുന്നത് ഓട്ടോമോട്ടീവിലും എനർജി സെഗ്മെൻറ്റിലും ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിലും, ഡിഫെൻസ് കുറച്ച്. ഓക്കെ, അവിടെയൊക്കെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്. പെർഫോമൻസ്, quality of the product, the performance rating of the product, other can be achieved only by updating your technology, how you do it, ഇതിപ്പം ഈ പാട്ടുണ്ടല്ലോ, അത് നോക്കിയോ, എൻ്റെ കോൺഫിഗറേഷൻ കണ്ടോ? ഇതിൻ്റെ ടൂൾ നമ്മൾ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ മോൾഡ് ചെയ്യുക. ഇത് മൊത്തത്തിൽ ഇവിടെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ്. അത് മോൾഡ് ചെയ്യാനായിട്ടൊരു മോൾഡ് വേണം, അത് ഡിസൈൻ ചെയ്യണം. ബിക്കോസ് അതിൻ്റെ ആ കോൺഫിഗറേഷൻ കണ്ടല്ലോ പല സാധനങ്ങളും, അതൊക്കെ അതാത് ഇതില്ലെങ്കിൽ സോ ക്വാളിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻബിൽറ്റ് ഇൻ ദ പ്രോഡക്റ്റ്. സോ ഇറ്റ്സ് ടെക്നോളജി ബേസ്ഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ റിലേ വിച്ച് വി ഓഫർ ഫോർ നോർമൽ എൻജിൻ ഡ്രൈവ്സ്, ഇപ്പം EV അല്ലേ. ഓക്കെ, സോ വി അപ്ഗ്രേഡ് അവർ പ്രോഡക്ട്സ് ഫോർ EV ആപ്ലിക്കേഷൻ. സോ അതിന് വേറെ പ്രോഡക്ട്സ് സപ്ലിമെൻ്ററി ചെയ്ത് ഉണ്ടാക്കും. സോ ടു ബി അബ്രസ്റ്റ് വിത്ത് ദ ടെക്നോളജി.
ഇപ്പം ശരിക്കും ഏതൊരു മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ആ. അപ്പം OEM സംബന്ധിച്ച് ഇപ്പോഴത്തെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതലും. പ്രൈസ് കോമ്പറ്റീഷനാണ് ബേസിക്കലി ഞങ്ങളെ സംബന്ധിച്ചോളം. ഇമ്പോർട്ടഡ് ചൈനീസിൻ്റെ പ്രോഡക്ട്സ് നല്ലതാണ് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് പ്രൈസ് നമ്മളെക്കാളും വളരെയധികം കുറവ് പ്രൈസിൽ വിൽക്കാൻ പറ്റുന്നുണ്ട്. അത് അവരുടെ പല കാര്യങ്ങൾ, ഓക്കെ, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, അവരുടെ രാജ്യത്തെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, പിന്നെ അവിടെ ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. ചില 50% സപ്പോർട്ടൊക്കെ കൊടുക്കും ഗവൺമെൻറ്. അതൊക്കെ കൊണ്ട് അവർക്ക് ദേ ആർ ഏബിൾ ടു. പിന്നെ മാസ് വോള്യൂംസിലാണ്, വോള്യൂംസ് അതായിരിക്കാം ഒരു പക്ഷെ മെയിൻ ആയിട്ടുള്ളത്. വോള്യൂംസിൽ ബിൽഡ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് quicker, return quicker than otherwise. നമ്മുടെ മെയിൻ ബിസിനസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ 90 പണ്ട് ഒരു 85% ഒക്കെ ഇന്ത്യൻ മാർക്കറ്റും 15% പുറത്തുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് 90%. പിന്നെ പ്രോഡക്റ്റിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വില കൂടിയ പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പം ഡിഫെൻസ്, അതൊരു മോഡ്യൂളൊക്കെയാണ്. ഓക്കെ, അതിന് അപ്പം ഒരു യൂണിറ്റ് വിറ്റാലും അതിൻ്റെ വാല്യൂ വിൽ ബി ഹൈ. ഓക്കെ, ഈ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ എങ്ങും ആവില്ല. ഇത് മൾട്ടിപ്പിൾസ് ലാക്സിൽ വിറ്റാലേ പറ്റും. ഓക്കെ, അപ്പോൾ അത് അനുസരിച്ചിട്ടും പിന്നെ മാർക്കറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഓട്ടോമോട്ടീവ് കഴിഞ്ഞ വർഷം ആദ്യത്തെ ഈ GST കുറച്ചില്ലേ, GST 2.0 വന്നപ്പം ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിൽ ഒത്തിരിയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ബിക്കോസ് അവരുടെ സ്ലാഷ് ചെയ്തു GST റേറ്റ്. അപ്പോഴത്തെ ഒത്തിരിയും ഡിമാൻഡ് വന്നു. ഞങ്ങളിവിടെ വന്ന് ആളുകൾ പിന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് താവളം അടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ. നേരത്തെ ഒന്നും ഷെഡ്യൂൾ ഇല്ലാത്ത അഡീഷണൽ ആയിട്ട് വേണമായിരുന്നു. GST പെട്ടെന്ന് വാങ്ങും. അപ്പോൾ ശരിക്കും GST മാറി എന്ന് പറയുമ്പോൾ നമുക്കവിടെ അഡ്വാൻറ്റേജ്. കൊറോണയൊക്കെ വന്ന സമയത്ത്, കാരണം എല്ലാ ബിസിനസ്സും ഒന്ന് ഡൗൺ ആയിരുന്ന സമയമാണ്. ആ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു? കൊറോണ വന്ന സമയത്ത് നമ്മൾ ഓപ്പറേഷൻ അല്ലായിരുന്നു കുറേ. പിന്നെ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ദെൻ വി സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ. അപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ വർഷം ഒത്തിരി. ബിക്കോസ് എല്ലാവരും ഫേസ് ചെയ്തൊരു, നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഡിമാൻഡ് പൊതുവെ ആ സമയത്ത് കുറഞ്ഞിരുന്നു. ബിക്കോസ് യൂസേജ് അതുപോലെ അവിടെയും അത് തന്നെയല്ലേ സെയിം. മാഡം എങ്ങനെയായിരുന്നു? കാരണം കൊറോണ പീരീഡ് വെറുതെ ഇരിക്കണമല്ലോ. അന്ന് ആദ്യം കൊറോണ പീരീഡിൽ മാസ്ക് അന്ന് വീട്ടിലിരുന്ന് തയ്ക്കുമായിരുന്നു. ഉണ്ടായിരുന്ന തുണി വെച്ചിട്ട് തയ്ക്കും. തയ്ച്ച് അതായിരുന്നു ആ ആദ്യത്തെ കുറേ ദിവസത്തെ നമ്മളുടെ എൻഗേജ്മെന്റ്. കുക്കിംഗ് ഒക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ കുക്കിംഗ് ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ള സമയമാണ്. ഞാൻ പണ്ടേ കുക്ക് ചെയ്യും, നന്നായിട്ട് കുക്ക് ചെയ്യും. ആവശ്യത്തിനുള്ള വലിയ ഷെഫൊന്നുമല്ല, നമ്മൾക്ക് ആവശ്യമുള്ളതല്ലേ. ഭക്ഷണത്തിനോട് ഭയങ്കര ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എനിക്ക് വെജിറ്റബിൾസാണ് കൂടുതൽ ഇഷ്ടം. മീറ്റ് അധികം അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ എന്നാലും ബീഫ് കഴിക്കാതെ ഈ ഒരു ഏരിയയിൽ ബീഫ് കഴിക്കുകയൊക്കെ ചെയ്യും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു ബീഫെന്ന് പറഞ്ഞ് ചാവുമൊന്നുമില്ല. ഇല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല എന്നൊന്നുമില്ല, ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പം ബിസിനസ്സിലോട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ബിസിനസ് പലതരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള രസകരമായിട്ടുള്ള ബിസിനസ് ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ നോക്കാറുണ്ടോ? ജസ്റ്റ് സത്യം പറഞ്ഞാൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഇല്ലെന്നല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ഇതായതുകൊണ്ട് ഇതാണ് കൂടുതലും നോക്കുന്നത്. മറ്റേതിൽ ഞാൻ അങ്ങനെ ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്സ് ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. സ്റ്റാർട്ടപ്സ് അങ്ങനെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ തന്നെ അത് ഇലക്ട്രോണിക്സ് ഏരിയയിലേ ഞാൻ നോക്കാറുള്ളൂ, മറ്റേതിൽ ഞാൻ നോക്കാറില്ല. പക്ഷേ വളരെ യുണീക്കായിട്ടുള്ള ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, എസ്പെഷ്യലി എനർജി സെഗ്മെൻറ്റ്, ഗ്രീൻ എനർജി സെഗ്മെൻറ്റിലൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻജീനിയേഴ്സായിട്ട് പല കാര്യങ്ങളും ചെയ്യുകയും ഐഡിയാസ്
പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നല്ലതായിട്ടുള്ള ഒത്തിരിയുണ്ട്. പക്ഷേ അവർക്കൊക്കെ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞ് ആരെങ്കിലും ഫണ്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ഒത്തിരി സ്റ്റാർട്ടപ്പ്സ്, പക്ഷേ ചില സ്റ്റാർട്ടപ്പൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതെ, ഒത്തിരിയും നല്ല ഐഡിയാസ് ഉണ്ടെങ്കിലും പ്രാവർത്തികമായി ചെയ്യാൻ വയ്യാത്ത കേസസും വരും. ബിക്കോസ് നമ്മളിപ്പം എന്നാ ഇപ്പോൾ പറയുന്നത് ഫിഷ് ഫാമിങ്, നമ്മൾക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഈ കേരളത്തിലെ കായലിനടുത്ത്. വേറെ ഒത്തിരി ഇപ്പം മറ്റേ കൃഷിയില്ലല്ലോ, നെല്ലും അരിയൊന്നും കൃഷിയില്ലല്ലോ. ഫിഷ് ഫാമിങ് ചെയ്യാമല്ലോ. ആരും എന്താ ചെയ്യാത്തത്? പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫിഷ് അവരുടെ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ്ങാണ്. അവർ വേറെ ആരെയും അടുപ്പിക്കില്ല. അത് ചെയ്യാം, അവരിൽ തന്നെ ആ ഐഡിയാസ് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റണം. അങ്ങനെ ഇപ്പം ടെക്നോളജി കൂടെ കൂടുതൽ ഹെൽപ്ഫുൾ ആണല്ലോ. ഉണ്ട്. ഞാൻ ഇന്നാളൊരു ദിവസം വായിച്ചു ഫിഷ് ഫാമിങ്ങിനെ കുറിച്ച്. ഇതുപോലെ സ്റ്റാർട്ടപ്പ് കുട്ടികളൊക്കെ മാഡത്തിൻ്റെ അടുത്തേക്ക് വരാറുണ്ട്, വല്ല ഐഡിയ? എൻ്റെ അടുക്ക് വരാറില്ല. ഞാനങ്ങനെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നിക്കാണില്ല. ടെക്നോളജി എന്ന് പറയുമ്പോഴേ സ്റ്റാർട്ടപ്സ് 2-3 സ്റ്റാർട്ടപ്സ് ഞങ്ങളുമായിട്ട് ജനറൽ കമ്പനിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. ബിക്കോസ് ഞങ്ങളുടെ രീതി അവരുടെ കൺസെപ്റ്റും ഒത്തിരി വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ടെക്നോളജി ഡ്രിവൺ. പക്ഷേ ആ ടെക്നോളജി ഡ്രിവൺ ആണെങ്കിലും എനിത്തിങ് ടു മൂവ് ഫോർവേഡ് ഒരു സിസ്റ്റം വേണം. നമ്മൾ പല പേറ്റൻറ്റഡ് പ്രോഡക്ട്സ് എന്ന് പറയത്തില്ല, എന്തിനാ പേറ്റൻറ്റ് ചെയ്യുന്നത്? ദേ ആർ ഫോമിങ് എ സിസ്റ്റം. അതില്ലാതെ വരുമ്പം ഇപ്പം 2 അല്ലെങ്കിൽ 3 വ്യക്തികൾ ഒരു ഇത് തുടങ്ങി, ഒരാൾ പൊഴിഞ്ഞു പോയിന്ന് വെച്ചു, പിന്നെ 2 പേരുണ്ട്. ഓക്കെ, അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ഈ 2 പേരും മാത്രം ഇൻവോൾവ് ചെയ്ത് അത് ആ പ്രോഡക്റ്റിൻ്റെ ഐഡിയ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോയെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി പുട്ട് ഇൻ ടു റിട്ടൺ documented properly for any activity, subsequent activity. നമ്മുടെ മനസ്സിലിരുന്നാൽ പറ്റില്ലല്ലോ. യു ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് ദ പീപ്പിൾ ഹൂ ആർ വർക്കിംഗ് വിത്ത് യു. അതിന് ഒരു കണ്ടിന്യൂറ്റി വേണമെങ്കിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യണം. ഡോക്യുമെൻ്റ് ചെയ്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഐഡിയാസ് ആളുകൾക്ക് കാണുമില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ രീതികൾ, പ്രൊസീജിയർ, ഹൗ ഡു യു ഗെറ്റ് ഫ്രം ദി ഐഡിയ ടു എ പ്രോഡക്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എനി ബിസിനസ് വിൽ ബി സക്സസ്ഫുൾ. ബിക്കോസ് ഐഡിയ ജനറേറ്റ് ചെയ്ത ആളില്ലെങ്കിലും കമ്പനി അങ്ങനെയാണല്ലോ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാനില്ലെങ്കിലും ഈ കമ്പനി നടന്നു പോകണം. ദാറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് ഹോൾഡ്സ് ദ കമ്പനി. എൻ്റെ ഫാദർ മരിച്ച സമയത്ത് കമ്പനി ഒരു വാക്യൂം ഉണ്ടായിരുന്നെങ്കിലും ഇറ്റ് വെൻറ്റ് ഓൺ ബിക്കോസ് ദെർ വാസ് എ സിസ്റ്റം ഇൻ പ്ലേസ്. ഇറ്റ്സ് എ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇൻ പ്ലേസ്. അതില്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ മനസ്സിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് ഹൗ എനി ബിസിനസ് ഫോർ ദാറ്റ് മാറ്റർ. ശരിക്കും ഇന്നത്തെ കാലത്ത് ബിസിനസ് തുടങ്ങാൻ ഈസിയാണോ, എസ്പെഷ്യലി ഇൻ കേരള? ഇപ്പം എല്ലാം സിംഗിൾ വിൻഡോ ഒക്കെയാണ്. പക്ഷേ എത്ര മാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടെ. ഐ ഹാവ് ബീൻ സ്പോക്കൺ ടു എനിബഡി. പക്ഷേ ഞാനിപ്പോൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും, പല റൂൾസും വന്നിരിക്കുന്നത് പണ്ട് കാലത്തിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ലൈസൻസിങ് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നേ ഇല്ല. 1968 കമ്പനി തുടങ്ങുമ്പോൾ സപ്പോർട്ടീവായിരുന്നു കേരള ഗവൺമെൻറ്റും റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സും ഗവൺമെൻറ് ഓഫീഷ്യൽസും ഓൾസോ വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ഒരു ഇപ്പോഴും സപ്പോർട്ടീവായിരിക്കും. പക്ഷേ ദർ ആർ ലോട്ട് ഓഫ് അതർ ഇൻട്രസ്റ്റ് ഫോർ പീപ്പിൾ.
ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഇപ്പം ഭരിക്കുകയാണെങ്കിൽ, സ്റ്റേറ്റ് ഭരിക്കുകയാണെങ്കിൽ മറ്റേ കൂട്ടർ എപ്പോഴും അത് ഒപ്പോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം നാളെ പറയുന്ന കേട്ടു, തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഇലക്ഷന് BJP നേടി, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടെ ഒത്തുചേർന്ന് അവരെ അത് ബാക്കിയുള്ള കമ്മിറ്റീസിലൊക്കെ അവരാണ് ആധിപത്യം. അപ്പം ആധിപത്യം ആയിക്കോട്ടെ, പക്ഷേ ഇറ്റ് ഷുഡ് വർക്ക്, റൈറ്റ്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം. ബിക്കോസ് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഈസ് അവൈലബിൾ, പീപ്പിൾ നോ, നോളജ് ഉണ്ട്, അറിവ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നു. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാൽ എന്തെങ്കിലും നടക്കുമോ? അല്ല, അത് കിട്ടുന്ന അറിവിൽ പകുതിയും തെറ്റായ അറിവുകളാണ്. അതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. അതെ, അറിവ് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. സിമ്പിൾ കേസ്, കഴിഞ്ഞ ദിവസം ഈ ലിമിറ്റ് ഉണ്ട് കമ്പനിക്ക്, ഓണർഷിപ്പ് ഇത്ര ഏക്കറിന് ബിയോണ്ടായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യണം. ഞങ്ങളുടെ ഏക്കറേജ് കൂട്ടാനായിട്ട് എന്താ പ്രൊസീജിയർ എന്ന് അന്വേഷിച്ച് ഞങ്ങളുടെ കമ്പനി സെക്രട്ടറി ഉണ്ട്, ലേഡിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ എന്നെ എടുക്കാൻ വന്ന് പറഞ്ഞു, മാഡം ഞാൻ ഇതിൻ്റെ ഓഫീസറിനെ കാണാൻ പോവുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്ന്. റൂള് കാണുമായിരിക്കും ചിലപ്പം കേരള ഗവൺമെൻറ്റിന്, പക്ഷേ അത് പഴയ വല്ല റൂളായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരതിൽ അവരല്ല, പുള്ളിക്കാരി ആണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് പല ഓഫീസസിൽ വിളിച്ചു പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഈ ഓഫീസർ വരാൻ പറഞ്ഞു, അവർക്ക് ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു റൂള് അവരുടെ ഇല്ല. അങ്ങനെ ഒത്തിരി ഇടപാടുകൾ ഇങ്ങനെയുള്ള വരുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ കമ്പനി 15 ഏക്കറിക്കുള്ളിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നോട്ടീസ് വരില്ലേ? അപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. നോട്ടീസ് വരുമ്പോഴാണ് കറക്റ്റ് റൂൾസ് അറിയാൻ പറ്റുന്നത്. അത് പക്ഷേ റൂളാണെങ്കിൽ വി ഹാവ് ടു ഫോളോ ദ റൂൾസ്. അതെ, പക്ഷെ അതിൻ്റെ എങ്ങനെ പ്രൊസീജിയർ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു റൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് ഒരു അവൈലബിലിറ്റി ഇല്ല. അതെ, അവൈലബിലിറ്റി ഇല്ല. ഇപ്പം നമുക്കൊരു നിയമം പാസ്സാക്കിയിട്ട് കാര്യമില്ല, അത് ശരിക്കും നടപ്പാക്കേണ്ട ആളുകൾ അറിഞ്ഞിരിക്കണം. ഇതിപ്പം ലാറ്റിൻ ചേർച്ച് പറയുന്നില്ലേ, JB കോശി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണമെന്ന്. എന്തോ ലെറ്റ് എവറിബഡി ബി അവെയർ ഓഫ് ഇറ്റ്. അതെ, അപ്പം പകുതി പ്രശ്നം തീരും. നമ്മൾ ഒത്തിരിയും ഇങ്ങനെ അറിവ് ഉള്ളവർ പറയാതിരിക്കുക, അല്ലെങ്കിൽ അതിന് റൂള് സർക്കമെൻറ്റ് ചെയ്ത് പോവുക, അതൊന്നും ഇനിയും കാലങ്ങൾ നടക്കരുത്. നമ്മൾ കമ്പനിയെ സംബന്ധിച്ചോളം സാധാരണഗതിയിൽ ഒന്നും അറൗണ്ട് ദ റൂൾ ഞങ്ങളൊന്നും ചെയ്യാറില്ല, ബൈ ദ റൂൾസ് പോകാറുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഇഷ്യൂസിന് അങ്ങനെ ഫേസ് ചെയ്ത് വരാറില്ല. മാം വേറെയും ഒരുപാട് ബിസിനസ്സിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റിൻ്റെ ഡയറക്ടർഷിപ്പ് ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ ഇങ്കെല്ലുണ്ടായിരുന്നു, KSADC ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറിയിട്ടുള്ള വേറെ സെക്ടർ പോലും. അത് ഇങ്കെല്ലും വേറെ അല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. KSADC ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്. അപ്പം നമുക്ക് നമ്മുടെ അതിനകത്ത് കോൺട്രിബ്യൂഷൻ ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യേണ്ട വാട്ട് എവർ വേ. ഇപ്പോൾ പ്രോജക്ട്സ് ഒക്കെ ഇവാലുവേഷൻ വരുമല്ലോ, അപ്പം നമ്മുടെ ഇൻപുട്ട് അതിനകത്ത് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇങ്കെല്ലും ചില കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വാസ്തവം പറഞ്ഞാൽ ഇങ്കെല്ലിൽ എനിക്ക് വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കാനില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. KSADCയിലുണ്ടായിരുന്നു. മുത്തൂറ്റിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ബിക്കോസ് ഇൻഡസ്ട്രിക്കും കൊടുക്കുന്ന ചില ആസ്പെക്ട്സ് ഉണ്ടായിരുന്നല്ലോ.
മുത്തൂറ്റ് ഫിനാൻസ്. ഫിനാൻസിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ്. അതിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? പുതിയ കാര്യങ്ങൾ ഒത്തിരി ലേണിംഗ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ ലേൺ ചെയ്തു. പല കാര്യങ്ങളും വേറൊരു കമ്പനിയുടെ ഇതിലിരിക്കുന്ന ഹൗ ദേ, അത് ഞാൻ ഇവിടെ അതൊരു നല്ല ചില കാര്യങ്ങളൊക്കെ നല്ലതായെന്ന് തോന്നിയത് ഞാൻ ഇവിടെ വന്നിട്ട് ഇവരെ കൊണ്ട് വേറെ അങ്ങനെ അത് നല്ല കാര്യമായിരുന്നു. ഇങ്ങനെ വൈ ഡോണ്ട് ബി ഓൾസോ ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ് അത് ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ നമ്മള് ഇതിലിപ്പോ സോഷ്യൽ മീഡിയ ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ B2B ആണ്, B2C അല്ല. B2Cക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് ആവശ്യം. പക്ഷെ ഇപ്പം B2Bയിലും അഡ്വർടൈസ്മെന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും OEN അത്തരത്തിലുള്ള ബേസിക്കലി ഞങ്ങൾ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇലക്ട്രോണിക് മാഗസിൻസിൽ എക്സിബിഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട്? ബിക്കോസ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു ജനറൽ ആപ്ലിക്കേഷൻ അല്ല, ഇറ്റ് ഈസ് സ്പെസിഫിക് ടു ദ കസ്റ്റമർ. ഇപ്പം മാരുതിക്ക് ഉണ്ടാക്കേണ്ട റിലേ മാരുതിക്ക് വേണ്ടിയിട്ടാണ്. അത് എവിടെ അഡ്വർടൈസ്മെൻറ്റ്? ഓക്കെ, ടാറ്റ മോട്ടോഴ്സിന് കൊടുക്കേണ്ട റിലേ ടാറ്റ മോട്ടോഴ്സുണ്ട്. ദർ ഈസ് നോ റിലവൻസ് ഫോർ എനി അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദാറ്റ്. മഹേന്ദ്രയ്ക്ക് കൊടുക്കേണ്ടത് മഹേന്ദ്ര, അശോക് ലൈന്, TVSന് കൊടുക്കേണ്ടത് TVS. ഇറ്റ്സ് എ ഡയറക്റ്റ് കസ്റ്റമർ ലിങ്ക്. ഇപ്പം നമ്മുടെ പ്രോഡക്ട്സ് ഇപ്പം ഞങ്ങൾ ഡിഫെൻസ് സെക്ടറിൽ ഇറ്റ്സ് എ ഡയറക്റ്റ് അപ്രോച്ച്. അതിനകത്തൊരു അഡ്വർടൈസ്മെൻറ്റിന് സ്കോപ്പില്ല. ഓക്കെ, പിന്നെ എനർജി, ഇപ്പോൾ പുതിയ സെഗ്മെൻറ്റ് ഞങ്ങളുള്ളത് എനർജി സെഗ്മെൻറ്റ്, സ്മാർട്ട് മീറ്റേഴ്സിൽ. അതിനും that's also direct to the customer. Okay, so നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ബേസിക്കലി വരുന്നത് ഇറ്റ്സ് ആൻ ഇൻപുട്ട് ഫോർ യു ആർ ഗിവിങ് ആൻ ഇൻപുട്ട് അബൌട്ട് എ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രഡക്ഷൻ. ഓക്കെ, ന്യൂ പ്രോഡക്റ്റ് ഇൻട്രഡക്ഷൻ അത് എക്സിബിഷൻസിൽ അത് ഷോക്കേസ് ചെയ്യും. എക്സിബിഷൻസ് ഉള്ള ഇലക്ട്രോണിക്സിൻ്റെ എക്സിബിഷൻസ് ഉണ്ട്, ഡൽഹിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, ഈ അടുത്തിടെ അഹമ്മദാബാദിലുണ്ടായിരുന്നു. സോ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പണ്ടൊക്കെ ഞങ്ങൾ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ സ്റ്റാളിലായിരുന്നു ചെയ്തോണ്ട്. ഇപ്പം ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യും. ആസ് ദ കമ്പനി ഗ്രൂ വി ഹാവ് എ ഇൻഡിപെൻഡൻറ്റ്, ബിക്കോസ് ദർ ഇസ് എൻ എക്സ്പെൻസ് ഇൻവോൾവ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെൻ ദ കമ്പനി ഗ്രോസ് വി ക്യാൻ അഫോർഡ്. പിന്നെ ഒരു ഷോ വൺസ് ഇൻ 2 years ജർമ്മനിയിലൊരു ഷോ ഉണ്ട്, മ്യൂണിക് ഷോ എന്ന് പറയുന്നത്, ഇലക്ട്രോണിക്ക എന്ന് പറയുന്നത്. അതിന് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഞങ്ങൾ വി മേക്ക് എ ലീഫ്ലെറ്റ് ഓൾസോ ഓഫ് ദ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ഡിസ്പ്ലേ, അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ തന്നെ വി വിൽ ഓഫർ ലീഫ്ലെറ്റ് അബൌട്ട് ദ പ്രോഡക്റ്റ്. അതിപ്പോൾ സാധാരണക്കാർക്ക് അതിനൊരു ഇൻട്രസ്റ്റും ഇല്ല. അതെ, അതുകൊണ്ടാണ് പല പ്രാവശ്യം ഇവിടെ ഈ ലോക്കലായിട്ട് ഇവിടെ എക്സിബിഷൻ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒന്നാൾ കേരള ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ് ഹയാത്തിൽ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഗവൺമെൻറ് KSRTC ഇപ്പം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഒരു സ്റ്റാൾ ഇട്ടെന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അതിനുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ല. ബിക്കോസ് അവിടെ ജനറലായിട്ട് വരുന്നവർക്ക് അതൊരു, ബിക്കോസ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഓൾറെഡി ഞങ്ങളെ അറിയാം. അതെ, ഓക്കെ, യു ആർ നോട്ട് ക്രിയേറ്റിംഗ് എ ന്യൂ കസ്റ്റമർ. ഓക്കെ, പിന്നെ ആ ലീഫ്ലെറ്റ് വെച്ച് കൊടുക്കുന്നു, എൻക്വയറി വരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റിനൊരു ആപ്ലിക്കബിലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്, ടെസ്റ്റിംഗ് പ്രോസസ്സുണ്ട്, അഡാപ്റ്റബിലിറ്റി പ്രോസസ്സുണ്ട്. ആ സാമ്പിൾ കൊടുത്ത് കസ്റ്റമർ അത് അപ്രൂവ് ചെയ്ത് ഡിസൈനിങ് ചെയ്ത് അത് കഴിഞ്ഞ് ബൾക്ക് ആദ്യം ചിലപ്പോൾ 10 സാമ്പിൾസ് ആയിരിക്കും, പിന്നെ ബൾക്ക് 250 നമ്പേഴ്സ് ആയിരിക്കും. ഇതെല്ലാം ഒരു ടെസ്റ്റിൽ കൂടെ പോകുന്നത്. ഇൻഹൗസ് ഞങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്, അതുകൂടാതെ കസ്റ്റമർ എൻഡ് ടെസ്റ്റ് ചെയ്യും. ഇപ്പം ഞങ്ങളുടെ ടെസ്റ്റ് ലാബിൽ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ കേൾക്കാമോ ഹോൺ, ലൈറ്റ്, ഓക്കെ, ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ്. ലൈറ്റ് എന്തോരം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹോണിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ആ ഹോണിൻ്റെ സൗണ്ട് ഈസ് ജനറേറ്റഡ് ത്രൂ എ സിസ്റ്റം, ഇലക്ട്രോണിക് സിസ്റ്റം വിച്ച് യൂസസ് അത്. പിന്നെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യും ഞങ്ങൾ.
ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലൈനിൽ നിന്ന് റാൻഡം എടുക്കും ഓരോ സാമ്പിൾസ്, എന്നിട്ടത് സ്പെഷ്യലായിട്ട് ഇൻസ്പെക്ട് ചെയ്യും നോർമലായിട്ട്. ചില കസ്റ്റമേഴ്സ് പറയും, പ്രിസ്ക്രൈബ് ചെയ്യും, ഇത്ര സാമ്പിൾസിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും കൂടെ അതിന് കൂടെ കൊടുക്കണം എന്ന്. അത് ചില കസ്റ്റമേഴ്സിന്. ഇല്ലാതെ കസ്റ്റമേഴ്സ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ വീൽ പുട്ട് ദാറ്റ് ബാച്ച്, ഒരു പെർട്ടിക്കുലർ ബാച്ച്, റാൻഡം ബാച്ച് ഫോർ ലൈഫ് ടെസ്റ്റ്. ബേസിക്കലി ടു നോ ദാറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമല്ലോ ഇത്ര സൈക്കിൾസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യും ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന്. ആ അത്രയും സൈക്കിൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ അറിയണമല്ലോ. സോ ലൈഫ് ടെസ്റ്റിൽ ഇടും നമ്മൾ പ്രോഡക്റ്റ്. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ലൈഫ് ടെസ്റ്റ് എത്ര സൈക്കിൾസ് കഴിഞ്ഞു, കൗണ്ട്സ് എത്ര കൗണ്ട്സ് കഴിഞ്ഞു, അതെല്ലാം ഇവിടെ ഇൻ ഹൗസ് തന്നെ ചെക്ക് ചെയ്യും. കസ്റ്റമേഴ്സിന് ചിലത് എല്ലാ ടെസ്റ്റ് ഫെസിലിറ്റി ഇവിടെ ഇല്ല. ബേണിങ്സ് ചെയ്യുന്ന ടെസ്റ്റ്, ബംപ് ടെസ്റ്റ് ഉണ്ട് ചില ഡിഫെൻസിന്. ബംപ് ശരിക്കും ബംപ് ടെസ്റ്റ് ഉണ്ട്, വൈബ്രേഷൻ ടെസ്റ്റർ ഉണ്ട്, സോൾട്ട് സ്പ്രേ ടെസ്റ്റർ ഉണ്ട്. ചില പ്രോഡക്റ്റ് ഗോസ് ഫോർ സബ്മറൈൻ, അതിന് സോൾട്ട് സ്പ്രേ ടെസ്റ്റർ ഉണ്ട്. സോ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് നമ്മുടെ ഇവിടെ. കസ്റ്റമർ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള നമുക്ക് ഇവിടെ ഇല്ലാത്തത് ദെൻ വി ഹാവ് ടു പേ ഫോർ ഇറ്റ്. അത് സ്പെസിഫിക് ടു ദ കസ്റ്റമർ. പിന്നെ ചില അപ്രൂവൽസ് ഉണ്ട്. ഇപ്പോൾ ISO, പിന്നെ UL അപ്രൂവൽ, അതൊക്കെ നമ്മൾ വി പേ ഫോർ ഇറ്റ് ആൻഡ് ദേ കം ആൻഡ് ഓഡിറ്റ് ദ പ്രോസസ്, സീ അവർ ഫെസിലിറ്റി, ഹൗ വി ഡു ഇറ്റ്, ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, എത്ര ഫ്രീക്വൻസിയിൽ ഫെയിലിയേഴ്സ് ഉണ്ട് എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ അത് തരുന്നത്. സോ ഇപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുക്കൽ ഓക്കെ ഈ പ്രോഡക്റ്റ് വേണം, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണം, അതിന് UL അപ്രൂവൽ ഉണ്ടോ, EC അപ്രൂവൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അവർ ഫെർദർ ടെസ്റ്റ് ഇല്ല. അതെ. പക്ഷേ ഇല്ലാത്ത ഒരു ടെസ്റ്റ്, ഒരു പുതിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ TVS നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തതിന് നമ്മൾ വി ഡോണ്ട് ഹാവ് ദിസ് ടെസ്റ്റ് ഫെസിലിറ്റി ബിക്കോസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു വേരിയേഷനാണ്. ആ വേരിയേഷൻ ബൾക്ക് വോള്യത്തിലായിട്ടില്ല. അപ്പോൾ ബൾക്ക് വോള്യം ആവുന്നവരെ നമുക്കിവിടെ ഇൻറ്റേർണലായിട്ടൊരു ടെസ്റ്റ് പറ്റത്തില്ല. ടെസ്റ്റ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ പുറത്ത് കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ വി സ്പെൻഡ് അബൌട്ട് 8 lakhs of rupees for that. Okay, that is specific to a customer requirement. ഇത്ര ഇങ്ങനെ ഇന്ന ടെസ്റ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്യണം. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ കുറേ വർഷമായിട്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇപ്പോൾ മാരുതി ഫോർ എക്സാമ്പിൾ, എവറി ഇയർ ദർ ഇസ് എൻ ഓഡിറ്റ്, പ്രോസസ് ഓഡിറ്റ്. ഈ അടുത്ത് മാരുതി പ്രോസസ് ഓഡിറ്റിൽ ദേ എക്സ്റ്റെൻഡ് ഈവൻ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയറിന് പോലും ഓഡിറ്റ് ചെയ്യും അവർ. ഞങ്ങൾ ഈ ഇതിനകത്ത് വി യൂസ് വൈൻഡിങ് വയർ, വൈൻഡിങ് കോപ്പർ വൈൻഡിങ് വയർ, വളരെ തിൻ. ആ വൈൻഡിങ് വയർ സപ്ലൈ ചെയ്യുന്ന സപ്ലയറിനെ ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഈ പ്രാവശ്യം. ചുമ്മാ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് നടക്കില്ല. സോ ഇറ്റ് ഈസ് എ validation process, and some customers for any new product, ഇപ്പം TVS ഞങ്ങളുടെ കസ്റ്റമറാണ് ഫോർ ഇയേഴ്സ്. TVS two-wheelers. Okay, അവർ this is a new product for new variation of a product for them, so we had to spend that kind of money for qualification because we don't have the test facility here. പുറത്തുള്ള ടെസ്റ്റ് ഫെസിലിറ്റി ലാബിൽ യു ഹാവ് ടു അപ്ലൈ, അവർ ചാർജ് ചെയ്യുന്നത് വി ഹാവ് ടു പേ. പക്ഷേ അപ്പം നമുക്കിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നതിന് ഉണ്ട്. മാർക്കറ്റിംഗ് സെക്ഷൻ ഇറ്റ്സ് എ മോർ ഓഫ് ആൻ ആപ്ലിക്കേഷൻ റിലേറ്റഡ് മാർക്കറ്റിംഗ് ഫോർ അസ്. ഇറ്റ് ഈസ് നോട്ട് സോൾലി നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട് വാങ്ങിക്കുക, ഞാൻ 10 രൂപ കുറച്ച് തരാം, 100 എണ്ണം എടുക്കുകയാണെങ്കിൽ 8 രൂപയ്ക്ക് തരാം, അല്ലെങ്കിൽ 1000 എടുക്കുകയാണെങ്കിൽ ആ പ്രോസസ്സല്ല. ഇറ്റ്സ് നോട്ട് അവൈലബിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ബേസിക്കലി ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻ ആപ്ലിക്കേഷൻ. അപ്പം ആ ആപ്ലിക്കേഷന് ഇപ്പം കാറിൻ്റെ
ടിപ്പിക്കൽ എക്സാമ്പിൾ, നമ്മുടെ ഇൻഡിക്കേറ്റർ ലാമ്പില്ലേ, ഇൻഡിക്കേറ്റർ അത് നമ്മൾ ഇടും, ഇട്ട് കഴിഞ്ഞ് നമ്മൾ ടേൺ ചെയ്ത് കഴിയുമ്പം അത് ഇറ്റ് ഗോസ് ബാക്ക് ടു റിട്ടേൺ ആവും. അതെ, റിട്ടേൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട്. അത് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ്, റിലേ അതിനകത്തുണ്ട്. നോട്ട് ദ ഇൻഡിക്കേറ്റർ ലാമ്പില്ല, ഇൻഡിക്കേറ്റർ അതിൻ്റെ ആ മോഡ്യൂളിനകത്ത് ഞങ്ങളുണ്ട്. എൻജിൻ ഫ്യൂവൽ പമ്പ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യണ്ടേ, അത് എനേബിൾഡ് ബൈ അവർ പ്രോഡക്റ്റ്. വൈൻഡിങ് ഓഫ് ദ വിൻഡോസ് enabled by our product. Wiper motors enabled by our എല്ലാം. So those are the application. Light, ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നു, ഹോൺ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പം അങ്ങനെ ഹോൺ അധികം ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമുക്ക് എല്ലാ വണ്ടിക്കും ഹോൺ ഉണ്ടല്ലോ. അതെ. സോ ദാറ്റ് ഈസ് ദി മാർക്കറ്റിംഗ് ലെവലിൽ അങ്ങനെ ഒരു സെയിൽസ് മാർക്കറ്റിംഗ് ടീം. സെയിൽസ് ബേസിക്കലി ടീം ഇസ് ബേസിക്കലി കസ്റ്റമറിനെ ബില്ല് ചെയ്യുന്നതും അവർ പേയ്മെൻറ്റ് തരുന്നതും മറ്റ് പേയ്മെൻറ്റ് ടേംസ് ഡിസ്കസ് ചെയ്യാനും പ്രൈസ്. ഇപ്പോൾ ഓക്കെ 1 to 100 ആണെങ്കിൽ ഒരു റേഞ്ച് ആണെങ്കിൽ, ഒരു പ്രൈസ് ആണെങ്കിൽ 1000 to 5,000 it will be a different range. Okay, നോർമലി ഉണ്ടാവും എല്ലാവരും ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഫേം അപ്പ് ചെയ്യാനാണ് സെയിൽസ് ടീം. മാർക്കറ്റിംഗ് ടീം ബേസിക്കലി ടു ഇൻറ്ററാക്ട് വിത്ത് എ കസ്റ്റമർ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അതുകൊണ്ട് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ആൾക്കാരും ടെക്നിക്കലി ക്വാളിഫൈഡ്. അതെ, അവർക്കത് പറയണമല്ലോ അല്ലേ, എല്ലാ കാര്യത്തെക്കുറിച്ച് അറിയണം. either engineers or diploma holders. അവരെയാണ് ശരിക്കും നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത്. So because application specific അല്ലേ. Okay, I'm not saying that a non-engineer or non-technical person may not be able to speak എന്നല്ല. പക്ഷേ company when they employ, we prefer that because learning time is much. We have more confidence that the customer requirement understand ചെയ്യണ്ടേ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനൊരു സൂട്ടബിലിറ്റി ഇവിടെ വന്ന് കൺവേ ചെയ്യണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദി R&D ഈസ് ഓൾസോ ഇൻവോൾവ്. ഞങ്ങൾക്ക് R&D ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 1973 മുതൽ റെക്കഗ്നൈസ്ഡാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നോളജി R&D ലാബ്, R&D. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ സിസ്റ്റത്തിനെ കൊണ്ടുപോകുന്നത്. സോ ഇറ്റ് ഈസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം ഈ അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പം നമ്മൾ അരിയും ടൊമാറ്റോയും മൊബൈൽ ഫോണൊക്കെ വിൽക്കുന്ന പോലെ ഓഫറും കാര്യങ്ങളും കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. അതെ. അല്ല, നമ്മളിപ്പോൾ ക്ലയൻറ്റ് മീറ്റിംഗ്സ് ഒക്കെ വെക്കൂലേ, ആനുവൽ ഡേ റിലേറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റ് മീറ്റിംഗ്സ്. ആക്ച്വലി ക്ലയൻറ്റ് വി ഹാവ് ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബിക്കോസ് ഓരോ സ്റ്റോക്കിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. പിന്നെ ഞങ്ങളുടെ സെയിൽസ് എൻജിനീയേഴ്സ് ഉണ്ട് പല സ്ഥലത്ത്. അവരുടെ മീറ്റ് ഉണ്ട് വൺസ് എ ഇയർ. ഈ പ്രാവശ്യം February 25th ഇവിടെ വരും എല്ലാവരും ഇവിടെ വരും. ശരിക്കും പറയുകയാണെങ്കിൽ മാനുഫാക്ചേഴ്സിന് എല്ലാവരും പറയും അവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണല്ലോ. ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് വരും. റിസ്ക് കുറവാണോ കൂടുതലാണോ? ഏത് മാനുഫാക്ചറിങ് ഏരിയയിൽ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ B2B ആണ്. B2C സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും റിസ്ക് കൂടുതലാണോ കുറവാണോ? നമുക്ക് പ്രോഡക്റ്റ് സെയിൽസ് തന്നെയാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ടേൺ ഓവർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സിലും ഒരു സക്സസ് പോയിന്റ് കമ്പാരിസൺ ഒക്കെ B2B customer, because what are you offering in a car? It's a specialized product. It's not a general product. General product, lipstick അല്ലെങ്കിൽ കൺമഷി, that's a general product. Or what is it? Watch. It's a general product. That needs a lot of. വാച്ചിന് തന്നെ പല വേരിയേഷൻ, പല വാച്ചസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള വാച്ചസ് ഉണ്ടല്ലോ. സോ ദാറ്റ് മൈറ്റ് നീഡ് എ മാർക്കറ്റിംഗ് എഫർട്ട്, ഒരു അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ഞങ്ങളുടെ തന്നെ ആവശ്യമില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് വരുന്നത് എന്തിലായിരിക്കും? ഒരു മാനുഫാക്ചറിങ് ഏരിയയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്തായിരിക്കും? വെല്ലുവിളി ബേസിക്കലി ഇപ്പോൾ
ഞങ്ങളുടെ ഏറ്റവും മേജർ വെല്ലുവിളി അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ്. ഇപ്പം കോപ്പറിൻ്റെ പ്രൈസൊക്കെ വളരെ കൂടി. സിൽവർ ഞങ്ങൾ എല്ലാ പ്രോഡക്റ്റിലും ഞങ്ങളുടെ സിൽവറുണ്ട്. കോണ്ടാക്ട്സ് സിൽവറാണ്, കോപ്പറാണ് ഫുൾ. കോപ്പറിൽ ഇപ്പം വൈൻഡിങ് വയർ കുഴപ്പമില്ല, വി ഹാവ് ലോക്കൽ ഇമ്പോർട്ടഡ് എല്ലാം കുഴപ്പമില്ല. പക്ഷേ മെറ്റീരിയൽ, ബിക്കോസ് ഈ പാർട്ട് ഇതിനകത്ത് പ്ലാസ്റ്റിക് പാർട്സും ഉണ്ട്, മെറ്റൽ പാർട്സും ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മെറ്റൽ പാർട്സ് കോപ്പർ ഉണ്ട്. ഓക്കെ, ആ മെറ്റൽ പാർട്സിൽ ആ കോപ്പർ എന്ന് പറയുന്നത് വലിയ ചെറിയ സ്ട്രിപ്പിൽ റോ മെറ്റീരിയൽ വരും ഇങ്ങനെ. അല്ലെങ്കിൽ ചില ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ ഇത്രയും വീതിയുള്ള സ്ട്രിപ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അത് എന്നിട്ട് മെഷീനിൽ ഫീഡ് ചെയ്യുക. അതിന് നമ്മൾ ടൂളിങ് ഉണ്ടാക്കും, സ്റ്റാമ്പിങ് ടൂൾ ഉണ്ടാക്കും. ആ ടൂള് ഇത്ര അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ആ മെഷീനിന് ഇത്ര പഞ്ച് ഔട്ട് ചെയ്യാം ഇത്ര സെക്കൻഡിനകത്ത്. ടൂളിനും അതനുസരിച്ചുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇത് അതിനകത്ത് ഫീഡ് ചെയ്ത് പോവുക. മെഷീൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, ടൂള് ഫിക്സ് ചെയ്യുന്നു, മെറ്റീരിയൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അത് ഇങ്ങനെ അടിച്ച് വരിക. അതിൻ്റെ വേസ്റ്റ് വേറെയും ആവശ്യമുള്ള പാർട്ട് വേറെയും സെപ്പറേറ്റ് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതവിടെ നിൽക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ ഇൻ ദി തിക്നെസ് ഇൻ ദി മെറ്റീരിയൽ. ഇപ്പോൾ 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ റോളായിരിക്കും എന്ന് വെച്ചോ വരുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദി വിത്ത്. ചെറുതാണെങ്കിൽ കൂടുതൽ റോൾസ് കാണും, വലുതാണെങ്കിൽ കുറവായിരിക്കും റോൾസ്. എന്ന് പറഞ്ഞാൽ വളഞ്ഞു പോകരുതല്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ ടൂളൊന്ന് ബ്രേക്ക് ആവും. അതിനകത്ത് ഇൻസേർട്ട്സ് ഉണ്ട് ടൂളിന്, അത് ബ്രേക്ക് ആവും അല്ലെങ്കിൽ സ്റ്റക്ക് ആവും. ബിക്കോസ് അത് മൂവ് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യണം. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും, അത് മൂവ് ചെയ്യുന്നില്ല. സൈസ് ഡിഫറൻസ്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലംസ് ഞങ്ങൾക്കുണ്ട്. ബിക്കോസ് ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചൈനയിൽ നിന്ന് സെയിം റോ മെറ്റീരിയൽ വാങ്ങിച്ചു. ഒത്തിരി ഡിഫറെൻറ്റാണ്, ഈവൻനെസ് ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് എപ്പോഴും പറ്റില്ല. അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് തരുന്നതാണ്, പക്ഷേ വേരിയേഷൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും ഏത് പ്രോഡക്റ്റിന് പ്രൈസ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടുന്നല്ലേ, അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ. പിന്നെ ഞങ്ങളുടെ പ്ലേറ്റിംഗ് ഉണ്ട്. പ്ലേറ്റിംഗ് വി ഡു സിൽവർ, നിക്കൽ, കോപ്പർ, ഗോൾഡ് ഉണ്ടായിരുന്നു, ഇപ്പം അധികം ഇല്ല. ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട്. ഗോൾഡ് ഏത് പ്രോഡക്റ്റിന്? സ്വിച്ചസ് ഉണ്ട്. സ്വിച്ചസും ഒരു റിലേ ഉണ്ടായിരുന്നു, അതിന് ഗോൾഡ് ഫ്ലാഷ്. ആദ്യം ഗോൾഡ് പ്ലേറ്റിംഗ് ആയിരുന്നു, പിന്നെ ഗോൾഡ് ഫ്ലാഷ്. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1 ഗ്രാം ഗോൾഡ് എന്നൊക്കെ പറയത്തില്ലേ, അതെ, 1 ഗ്രാം തങ്കത്തിൽ അതുപോലെ ഫ്ലാഷ്. ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ഗോൾഡ് പ്ലേറ്റഡ് ആസ് സച്ച്, ഫുള്ളി ഇല്ല. ആ ഫ്ലാഷ് ആ കോണ്ടാക്ട് വരുന്ന സ്ഥലത്ത് മാത്രം ആ ഫ്ലാഷ് വരും. ഡിഫൻസിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഡിഫൻസിന്. മാഡം പഠിച്ചത് ശരിക്കും എഞ്ചിനീയറിംഗ് ബേസ് അല്ല, എക്കണോമിക്സ്. എക്കണോമിക്സ് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ മാഡത്തിൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞതാ. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാദർ എന്നെ ഓരോന്നും പഠിപ്പിച്ചതാണ്. എങ്ങനെയായിരുന്നു കോളേജ് ലൈഫിലൊക്കെ? എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ? കോളേജ് ലൈഫ് എന്ന് പറഞ്ഞത് ബേസിക്കലി അടിപൊളി. ഇപ്പോഴത്തെ ജനറേഷന് എല്ലാം അടിപൊളി എന്ന് പറയത്തില്ലേ, ചെത്തി നടക്കുക. ശരിക്കും ഇപ്പം എല്ലാവരും ഫോളോ ചെയ്യുന്നത് ആ കാലഘട്ടത്തിലുള്ള കോളേജ് ലൈഫിനെയാണ്. ഈവൻ ഡ്രസ്സിങ് പോലും, ഫാഷൻ പോലും അങ്ങനെയാണല്ലോ. അന്നത്തെ കാലഘട്ടത്തിനാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. മറ്റേ ബാഗി ജീൻസ്, ആ ഡ്രസ്സാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അന്ന് ട്രെൻഡ്, എൻ്റെ ഫാദർ അങ്ങനെ ട്രെൻഡൊന്നും ഇല്ല, പക്ഷെ അന്നും ഹി ഓൾവേസ് ഫെൽറ്റ് യു ഷുഡ് ബി പ്രസന്റബിൾ. അതുണ്ട്. ഓക്കെ, അത് 1969 എൻ്റെ ലൈസൻസ്. അതിനൊരു കഥയുണ്ട്, എല്ലാത്തിനും ഒരു കഥയുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു. ഡാഡി പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ആദ്യം, അന്നൊക്കെ എൻ്റെ ഫാദർ അവിടെ ഒരു കാറ് കിടക്കണം, പഴയ അംബാസിഡർ, അതാ ഞങ്ങളുടെ കമ്പനി ആദ്യത്തെ വണ്ടി. ഓക്കെ, ആ കാറിൽ ഞങ്ങൾ അവധിക്ക് മെയ് മാസമൊക്കെ ആകുമ്പോൾ അവധിയാവുമല്ലോ,
അപ്പോൾ ഞങ്ങൾ എൻ്റെ ഫാദറിൻ്റെ പേരൻസിൻ്റെ അടുക്കലും മദറിൻ്റെ പേരൻസിൻ്റെ അടുക്കലും വിസിറ്റ് ചെയ്യും. പിന്നെ അവിടെ റിലേറ്റീവ്സിൻ്റെ അടുക്കൽ. അപ്പോൾ ഇവിടുന്ന് ഫാദർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അന്ന് ഡ്രൈവറൊന്നും വെക്കില്ല ഞങ്ങൾ. അപ്പോൾ ഡാഡിയുടെ കൂടെ ഞാൻ നിന്ന് സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ പിടിക്കും. അതെല്ലാം കഴിഞ്ഞ് ഒരു റൂള് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചു. പക്ഷേ ആദ്യത്തെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പേ അന്നൊക്കെ വെള്ളം ഒഴിക്കണം, ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കണം, ഓക്കെ, ടയർ മാറ്റാൻ പഠിക്കണം, കാറ് കഴുകണം, കാറ് വൃത്തിയാക്കണം. ഈ 3 കാര്യം പഠിച്ചിരിക്കണം. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോന്നു. ഹരിപ്പാടാണ് എൻ്റെ മദറിൻ്റെ വീട്. ഞങ്ങളവിടെ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ പോവുക. അത് നിരണം എന്ന് പറയും, തിരുവല്ല നിരണം. അപ്പോൾ വണ്ടി കഴുകണം അന്ന്. അപ്പോൾ വണ്ടിയൊക്കെ കഴുകി അപ്പോൾ കീ അറിയാതെ ഞാൻ അത് ലോക്ക് ചെയ്തു പോയി. കീ അകത്തും പോയി. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുറത്ത് ഇത് ചെയ്തേച്ചും എല്ലാം വെള്ളം എല്ലാം കഴിഞ്ഞിട്ട് ഈ വെള്ളം വീഴുമല്ലോ എൻ്റെ ഇടയിൽ കൂടെ. അത് കഴിഞ്ഞപ്പോൾ ഡോറൊക്കെ പിടിച്ച് അറിയാതെ ഞാനങ്ങ് ലോക്ക് ചെയ്തു പോയി. ഈ അന്ന് ഇങ്ങനത്തെ ലാച്ചുള്ള ലോക്കാണ്. കീ അകത്തും ഞാൻ ലോക്ക്ഡ്. അപ്പം എൻ്റെ ഫാദർ ഇവിടെ ഇങ്ങനെ വരാന്തയിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാം കൂടെ ചുറ്റും കൂടി, കുറേ കസിൻസ് ഉണ്ട് ചുറ്റും. അപ്പോൾ ഡാഡി നോക്കി എന്ത് മാസം പുള്ളി മിണ്ടുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ ട്രാജഡി ആയിട്ട് ഞാൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു കാറിന് താക്കോല് ഞാൻ അറിയായിട്ട്. യു ക്രിയേറ്റഡ് ദ പ്രോബ്ലം, സോ സോൾവ് ഇറ്റ് യുവർ സെൽഫ്. എങ്ങനെ സോൾവ് ചെയ്യും? ഒരു ഞായറാഴ്ചയാണ്, എപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഞായറാഴ്ച അത് അടുത്തെങ്ങും വർക്ക്ഷോപ്പില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അന്ന് ഞായറാഴ്ച കിട്ടത്തില്ല. അപ്പം എൻ്റെ പിന്നെ ഒരു കസിൻ പോയി ഒരു ഈർക്കിലി എടുത്തുകൊണ്ട് വന്നത്. അത് അതിൻ്റെ ഒരു സൈഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു സാധനമാണ് മുമ്പിലത്തെ ഗ്ലാസ് പോലെ. അതിൻ്റെ ഇടയിൽ കൂടെ ഇടാൻ ഈർക്കിലി ഒടിഞ്ഞു പോകത്തില്ലേ, ഈർക്കിലി ഒടിഞ്ഞു പോകുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ എന്ത് ചെയ്യാൻ, പൊട്ടിക്കാമെന്ന് വിചാരിച്ച് ഒരു ചുറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇത് അങ്ങനെ ചുറ്റിയെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഒന്നും പൊട്ടൂല. അവസാനം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ഒരു കമ്പിയായിട്ട് വന്നു. എങ്ങാണ്ട് പറമ്പിനകത്തുനിന്ന് ഒരു കമ്പി കിട്ടി പുള്ളിക്ക്. ആ കമ്പി കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് റബ്ബർ ബീഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ കയറ്റി അതിനൊരു ലൂപ്പ് ഉണ്ടാക്കി സൈഡിലെ സാധനം ഞങ്ങൾ ലാച്ച് തുറന്നു. എന്നിട്ട് അതുവഴി കൈയിട്ട് തുറന്നു. എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കസിൻസിനൊക്കെ ഭയങ്കര സന്തോഷം. ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി ചെയ്യുന്നുണ്ടായിരുന്നൊക്കെ. ഗുഡ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗുഡ്. വാട്ട് വാസ് യുവർ ലേണിംഗ്? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ സോൾവ് ചെയ്യാനായിട്ട്. ദാറ്റ്സ് ഓൾ. There are 2 lessons you have learned. One is you have to be capable of solving a problem. That is the lesson number 1. Okay. Number 2, you got your cousins involved. So teamwork is important. 2 learnings. കോളേജിൽ ആക്ടിവിറ്റീസിനൊക്കെ ആർട്സ് സ്പോർട്സ് ഞാൻ സ്പോർട്സിലൊക്കെ ആക്റ്റീവായിരുന്നു. ഞാൻ ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റനൊക്കെ. ആർട്സിൽ ഞങ്ങൾ പാട്ടുപാടാനൊക്കെ ഉണ്ടായിരുന്നു. പാട്ടുപാടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഇളയ സിസ്റ്റർ ഡ്രംസ് കൂട്ടുമായിരുന്നു. മറ്റേ ലാസ്റ്റ് ഈ പാടെ ഇപ്പം കാണാപ്പാടം അറിയാവുന്ന 2-3 സാങ്ങേ ഉള്ളൂ. ഒന്ന് നമ്മുടെ കേസറ പണ്ട് കൊച്ചായിരിക്കും. എന്നിട്ട് കോളേജിൽ പാട്ടിനൊന്നും പങ്കെടുത്തില്ല? കോളേജിൽ ഞങ്ങൾ ഈ ഹോസ്റ്റലിലൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ റാഗിങ് ഉണ്ടായിരുന്നോ? ഞങ്ങളൊന്നും റാഗിങ് ഒന്നുമില്ല.
ഇല്ല, ഹോസ്റ്റലും അന്നൊക്കെ റാങ്കിങ് ഭയങ്കര പേര് കേട്ടിട്ടുള്ള കാലഘട്ടമല്ലേ? അതൊന്നും റാങ്കിങ് ഇല്ല. അത് അന്ന് എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലൊക്കെയാണ്. അല്ല, സാധാരണ കോളേജിലൊന്നും റാങ്കിങ് ഒന്നും വന്നു. കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സമയം ഏതായിരിക്കും? അല്ലെങ്കിൽ ഒരു ഓർമ്മ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷത്തോടുകൂടി എല്ലാ കോളേജിലും എനിക്ക് എൻ്റേതായിട്ടുള്ള ബിക്കോസ് എനിക്ക് സ്കൂൾ മേറ്റ്സ് തന്നെ ഞങ്ങൾ 1966 ബാച്ചാണ് SSLC. അവർ ഞങ്ങളിപ്പോഴും കൂടും ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട്. അത് നല്ല ഓർമ്മകൾ ഉള്ള സമയം. പിന്നെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴും ഉള്ള എൻ്റെ പിന്നെ ഗ്രാജുവേഷൻ പിന്നെ ഹോസ്റ്റലല്ലേ. ഹോസ്റ്റൽ വരുമ്പോൾ ഇച്ചിരി ഡിഫറെൻറ്റാണ്. ഹോസ്റ്റൽ കുറച്ചുകൂടെ ഒരു യു ജെൽ വിത്ത് പീപ്പിൾ. ഡേ സ്കോളേഴ്സ് ആകുമ്പം അത്രേ ഇല്ല. അതെ, മറ്റേത് നമ്മൾ ഫുൾ ടൈം ഒരുമിച്ചാണ്. മറ്റേ കോളേജ് ലൈഫ് എനിക്ക് എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ UC കോളേജും ആണ് ഞാൻ ഓർക്കുന്നത് കൂടുതൽ. ബിക്കോസ് മേ ബി അവിടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടായിരിക്കും. വല്ലാത്തൊരു ഓർമ്മകളായിരിക്കും. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള സിറ്റുവേഷൻ അതായിരിക്കില്ലേ? ഇല്ല, സ്കൂളിൽ ഞാൻ 3 വർഷം ഇവിടെ 8, 9, 10 ഞാൻ മംഗലാപുരത്തിലായിരുന്നു. അപ്പം അത് യൂസ്ഡ് ആയിരുന്നു. അത് ഒരു സമസ്യയുണ്ട് അവിടെ. ഞങ്ങളുടെ വീട്ടിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. വൈകിട്ട് എത്ര പരീക്ഷയാണെങ്കിലും എത്ര പഠിപ്പുണ്ടെങ്കിലും 10 മണിക്കപ്പുറം ലൈറ്റ് ഓഫ് 10 o'clock. അതായത് ഞങ്ങളുടെ സിസ്റ്റം 5 മണിക്ക്. അപ്പോൾ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഒരു റിലാക്സേഷൻ, സാറ്റർഡേ. ബിക്കോസ് അന്നൊന്നും സാറ്റർഡേ ക്ലാസ് ഇല്ല. ഓക്കെ, സാറ്റർഡേ മാത്രം 6 മണി വരെ വേണമെങ്കിൽ ഉറങ്ങാം. 1 മണിക്കൂറും കൂടെ കിട്ടി. ഓക്കെ, സൺഡേ പള്ളി പോകേണ്ടതുകൊണ്ട് 5 മണി തന്നെയാണ്. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്റ്റലിലോട്ട് പോവല്ലേ, സന്തോഷം. അവിടെ ചെന്നപ്പോൾ ഇത് അത് തന്നെ. ശനിയാഴ്ച അവിടെ ശരിയാ, എത്ര പേരൊക്കെ സിസ്റ്റം ഭയങ്കര വേണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഹോസ്റ്റലിൽ പോയി റിലീഫായില്ല. ഇപ്പോഴും എത്ര മണിക്ക് ഒരു ദിവസം പറയുകയാണെന്നുണ്ടെങ്കിൽ മാം എങ്ങനെയാ? രാവിലെ എത്ര മണിക്ക്? 4:30 എണീക്കും. അലാറം വെക്കും, പക്ഷെ മിക്കവാറും അതിന് മുമ്പൊക്കെ അലാറം വെച്ചില്ലെങ്കിൽ ഉണരും. പക്ഷേ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അലാറം വെക്കും. 10 മണിയാകുമ്പം ഞാൻ മിക്കവാറും ഉറങ്ങും. ഹസ്ബൻഡ് ഉള്ളപ്പോൾ അത്രയില്ല. ചിലപ്പം പുള്ളിക്ക് ലേറ്റ് ഏർലി ഡിന്നറാണ്. 7:30, 8 is my dinner. Go to sleep. 8:30 ഷാർപ്പ് ഇവിടെ ഉണ്ടാവും, ഓഫീസിലുണ്ടാവും. 8:30 മുമ്പേ. അത് എൻ്റെ മോള് ചിലപ്പോൾ എന്നെ കളിയാക്കും, അമ്മ അവിടെ പോകുന്നത് അവിടുത്തെ കമ്പനി തൂത്തോടയ്ക്കാനാണ്. പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് യു ഡൂയിങ് ദാറ്റ്. ഐ ലൈക്ക് ടു ബി അഹെഡ് ഓഫ് ടൈം. നേരത്തെ എത്തും ഇവിടുന്ന്. പിന്നെ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോകും. കാര്യം എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലായിരുന്ന സമയത്തും പോകുമായിരുന്നു. ഇപ്പം ഞങ്ങളൊരു കെയർ ഹോം നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ തൃപ്പൂണിത്തുറ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കെയർ ഹോം ഞങ്ങളുടെ CSR ആക്ടിവിറ്റി. അപ്പോൾ അതൊന്ന് ഞാൻ പോകും ഉച്ചയ്ക്ക്. അവിടെ പോയി അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവിടെ. അവിടെ കൺസ്ട്രക്ഷൻ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് പിന്നെ അകത്ത് ഫിനിഷിങ് ഒക്കെ. ബേസിക്കലി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഡേ പാക്ഡ് ആണ്. പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഓരോ ദിവസവും. ചുമ്മാ കളയില്ല എന്താണെങ്കിലും. എനിവേസ്, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.